ആമേൻ. സെഖരിയാ പ്രവചനം 9-ാം അധ്യായം. അതിൻ്റെ 9 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കേ. സെഖരിയാ പ്രവചനം 9-ാം അധ്യായം, അതിൻ്റെ 9-ാമത്തെ വചനം. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക. യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. കണ്ണുടയ്ക്കാം, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചോട്ടെ. സ്നേഹവാനായ കർത്താവേ, ഈ നല്ല പകൽക്കാലം ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ ആവശ്യങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. നിങ്ങളെ പേഴ്സണലായി സംസാരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. വചനം പറയുന്നത് ഉച്ചത്തിൽ ഘോഷിക്കുക. ഇവിടെ പാസ്റ്റർമാരുടെ തൊണ്ട പൊളിയുന്നതല്ലാതെ സിയോൻ പുത്രിമാർക്ക് ഒരനക്കമില്ല. ഹല്ലേലൂയ. ഇങ്ങോട്ട് പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സിയോനിൽ പോയി പ്രസംഗിയരുടെ അവർ ആർപ്പിടും. നമ്മൾ തിരുവനന്തപുരം പുത്രിമാരാണ്. ദൈവത്തിന് തിരുവനന്തപുരം എന്നോ കൊട്ടാരക്കരയെന്നോ കോട്ടയെന്നോ തിരുനെൽവേലിയെന്നോ ചെന്നൈയെന്നോ ഇല്ല. നിങ്ങളാണ് സിയോൻ മക്കൾ. പ്രൈസ് ഗോഡ്. അല്ലല്ലേ? അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, സിയോൻ പുത്രി, സിയോൻ പുത്രികളെ ഉച്ചത്തിൽ ഘോഷിക്ക. അപ്പൊ എത്ര ഉറച്ച് ഹല്ലേലൂയ പറയാൻ പറ്റും അത്രയും ഉറച്ച് ഹല്ലേലൂയ പറയണം. എത്രയും കൈയടിക്കാൻ പറ്റും അത്രയും ശക്തിയോടെ കൈയടിക്കണം. ഹല്ലേലൂയ. ഒരു സന്തോഷമില്ലാത്തപോലെ ഒന്ന് ചിരിച്ചോണ്ടിരുന്നേ. ഇന്ന് ആനിവേഴ്സറി ഒക്കെ അല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോൾ ആദ്യത്തെ വേർഡ് സിയോൻ പുത്രിയെ നമുക്ക് കൂടുതൽ പുസ്തകമൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചരിത്രത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇങ്ങനെ ഇതിൽ മാത്രം വ്യാഖ്യാനിച്ച് പോയാൽ മതി. ഭയങ്കര വിടുതലുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമ്മൾ കുറേ ബുക്കൊക്കെ വായിച്ച് റെഫറൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരും മീറ്റിങ്ങിന് വിളിക്കൂല. അതുകൊണ്ട് കുത്തിയിരുന്ന് മെസ്സേജൊക്കെ തയ്യാറാക്കും. ഹല്ലേലൂയ. ഇത് മാത്രം വായിച്ചിട്ട് ചുമ്മാ പറഞ്ഞാൽ മതി, അതിനകത്ത് എല്ലാ കാര്യമുണ്ട്. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കാം. ഘോഷിച്ച് കരയാനാണ് പറഞ്ഞിരിക്കുന്നത്. കരയണം. ആനന്ദ കണ്ണുനീര്. നമുക്ക് ഈ ഏറ്റവും വലിയ സന്തോഷത്തിന് നമ്മളെ കണ്ണീന്ന് കണ്ണീര് വരും. ഈ നോർമൽ സന്തോഷത്തിനൊന്നും കണ്ണീര് വരത്തില്ല. ഭയങ്കര ഒരു പീക്ക് ലെവലിൽ നമ്മൾ പോകുമ്പോൾ നമ്മളെ കണ്ണീന്നറിയാതെ കണ്ണുനീര് വരും. അത് ആനന്ദ കണ്ണുനീരാണ് അല്ലേ? അപ്പോൾ ദൈവത്തെ ആരാധിച്ച് ആനന്ദിക്കണം. എന്ത് ചെയ്യണം? ആനന്ദിക്കണം. പുകയും ഡിഫറൻറ്റ് ലൈറ്റൊന്നും ഇല്ലെങ്കിലും ചിലർക്ക് നല്ല കീബോർഡ്, ഡ്രം ഇതെല്ലാം അടിച്ച് പെരുപ്പിച്ചാൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞേ, കൽവരിക്കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ. ആ ഒരു വരി കേൾക്കുമ്പോൾ നമുക്കൊരു ആനന്ദം ഉണ്ടാവണം. ആ രക്തം ചിന്താതിരുന്നു എങ്കിൽ നമ്മളിന്നും സിന്ധു, ഗംഗ, യമുന, ബ്രഹ്മപുത്രയിൽ ഇരുന്നേനെ. ഹല്ലേലൂയ. ആ ഒരു വസ്ത്രം പോലും കൊടുക്കാതെ ആദിവാസികളെ പോലെ ജീവിച്ചേനെ. ശരിയല്ലേ? ആരാധിക്കുന്നവർ ഇന്ത്യയിൽ വന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഷർട്ടാര് കണ്ടുപിടിച്ചതാ? മിഷണറിമാരതാണത്. ഹല്ലേലൂയ. കോട്ട് സ്യൂട്ട് എല്ലാം ഇവിടെ വന്ന് വില്യം കേറിയും ഡേവിഡ് ലിവിങ്സ്റ്റണും അല്ലേ, ഇവരൊക്കെ വന്ന് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് ഭയങ്കര അവരുടെ അനോയിന്റിങ് ആണ് നമ്മുടെ മേൽ വ്യാപരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിച്ച നമ്മുടെ ഡ്രസ് കോഡ് വരെ മാറും. അതാ ഇന്ത്യയിൽ സംഭവിച്ചത്.
കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് മിഷണറിമാര് ഇന്ത്യയിൽ വന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇന്ത്യക്കാരുടെ ഡ്രസ് കോഡ് മാറി. ഹല്ലേലൂയ. MBBS ഡോക്ടർമാർ വന്നു, വിദ്യാഭ്യാസം വർദ്ധിച്ചു, സ്കൂളുകൾ വന്നു. ഇതെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവർ ഇന്ത്യയിൽ വന്നപ്പോൾ സംഭവിച്ച മാറ്റമാണ്. രാമേൻ പറഞ്ഞേ. അപ്പോ സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതിന് രണ്ടിനാണ് നമ്മൾ സഭയിൽ വരുന്നത്. ഒന്ന് ആഘോഷിക്കുക, രണ്ട് ആർപ്പിടുക. നിങ്ങളുടെ വീട്ടിൽ ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങളുടെ ഭർത്താവ് ഒരുപക്ഷെ മാനസാന്തരപ്പെടാത്ത ആളായിരിക്കാം. നിങ്ങളുടെ അയൽവക്കത്തിലുള്ള ആൾക്കാർ മാനസാന്തരപ്പെടാത്ത ആൾ, അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ വലിയ പെന്തക്കോസുകാരനാണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് അലമുറയിട്ട് തൊണ്ട കീറി ആരാധിക്കുകയും ചെയ്യും. അടുത്ത അരമണിക്കൂർ കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ കൂട്ടയടിയുമായിരിക്കും. ഈ അയൽവക്കക്കാരനെ ഡൗട്ട്, ഇതെന്തോടെ ഇത് ഇവിടെ നടക്കുന്നത്? കുറച്ച് മുമ്പ് അന്യഭാഷ കേട്ടു, ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്യായ ഭാഷയും കേൾക്കുന്നു. അല്ലേ? അതുകൊണ്ട് വീട്ടിൽ വളരെ ക്വയറ്റായിട്ട് ശബ്ദമൊന്നും പുറത്തു പോകാതെ, മറ്റുള്ളവർക്ക് വലിയ ഡിസ്റ്റർബൊന്നും വരുത്താതെ, ഫാമിലി പ്രെയർ ടൈമിൽ മാത്രം ഇത്തിരി ശബ്ദത്തോടെയൊക്കെ ആരാധിച്ചു. ചിലരൊക്കെ ഉണ്ട് പേഴ്സണൽ പ്രെയറിൽ നാട്ടുകാരെ കേൾക്കാൻ വേണ്ടി വിളിക്കും കിടന്നു. പഞ്ചായത്ത് മുഴുവനും അറിയും പ്രാർത്ഥനാ വിഷയം. ദൈവമേ, എൻ്റെ ഭർത്താവിന് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് തോന്നുന്നു, കർത്താവേ മാനസാന്തരപ്പെടും. അല്ലേ? അയൽവക്കത്തിലൂടെ പോണ പിന്നെ അവൻ നോട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ പുള്ളിക്കാരൻ അവിടെ ബൈക്കും വെച്ച് ഒരു ഫോണും വിളിച്ച് അപ്പുറത്ത്, ഓ ഇവൻ്റെ ഭാര്യ പറഞ്ഞത് കറക്റ്റാണെന്ന് തോന്നുന്നു. എവിടെ തന്നെ വന്ന് പറഞ്ഞവൻ, എടീ നീ പ്രാർത്ഥിച്ച കറക്റ്റ് തന്നെ കേട്ടോ, നിന്റെ ഹസ്ബൻഡ് ഇത് അപ്പുറത്തെ മുക്കിൽ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതൊക്കെ ഈ വീട്ടിൽ മുട്ടുകുത്തിയിരുന്ന് അലറി കൂയി വിളിക്കരുത്. അയ്യോ എൻ്റെ മോള് കോളേജിലാണോ പോണേന്നൊരു ഡൗട്ടുണ്ട് കർത്താവേ, ഞാനൊരു ദർശനം കണ്ട അവള് പാർക്കിൽ പോയി ഇരിക്കുന്നതായിട്ട്. കല്യാണാലോചന വരുമ്പോൾ മറ്റു വന്നൊന്ന് തട്ടി മാറ്റുക. സ്വന്തം അമ്മ പറയുന്നത് കേട്ടോ, അവള് പാർക്കിൽ, കോളേജിലൊന്നും അല്ല പോകുന്നത്. അതുകൊണ്ട് വീട്ടിൽ പോയി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. നാലാളുകൾ കാലറി കൂവി വിളിച്ച് ബഹളം ഉണ്ടാക്കില്ലേ. സഭയിൽ വന്ന് നിങ്ങൾ എന്ത് വേണം വിളിച്ചോ, എബി പാസ്റ്റർ ആരടുത്തും പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന് കിടന്ന് അലറി കൂവി തോമാച്ചായന് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ടോ ആണ് കിടന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട്, മറ്റുള്ളവരെ കേൾപ്പിക്കാതെ, ഡിസ്റ്റർബ് വരുത്താതെ കുടുംബ പ്രാർത്ഥന നല്ലവണ്ണം കൈയടിച്ചു. നല്ല ആരാധന. നമ്മൾ പ്രാർത്ഥന പഠിക്കണം. ഞാൻ എത്ര മണിക്കൂറോളം പ്രാർത്ഥിച്ചാലും എൻ്റെ വായിൽ നിന്ന് ശബ്ദം പുറത്തു പോകത്തില്ല. എന്നാൽ ഭയങ്കര ശബ്ദത്തോടെ ആയിരിക്കും അകത്തെ മനുഷ്യരിൽ പ്രാർത്ഥിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അകത്തൊരു മനുഷ്യനുണ്ട്, അതിനൊരു വായുണ്ട്. ആ വാ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. അത് പഠിക്കണം. അതൊരു മെഡിറ്റേഷനാണ്. നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ 4 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീക്കും. അയ്യോ സമയം പോയതേ അറിഞ്ഞില്ല, പ്രാർത്ഥിച്ചതല്ല ഉറങ്ങിയതാ. അല്ലേ? അതൊരു കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. സഭയിൽ വന്നിട്ട് എന്ത് ചെയ്യണം? സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിക്കണം, യെരുശലേം പുത്രിയെ ആർപ്പിടണം. ഇവിടെ ഒരു സഭയുണ്ടെന്ന് ലോകം അറിയണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളിടത്താണ് ഹീലിങ്ങുകൾ ഉണ്ടാവുന്നത്. പുതിയ അടുത്ത തലമുറ അഭിഷേകം പ്രാപിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, സത്യം മിണ്ടാതിരുന്ന് ഒരുത്തനും അഭിഷേകം പ്രാപിച്ച ഞാൻ കണ്ടിട്ടില്ല. കൈകെട്ടിയിരുന്നവൻ്റെ മേലെ അഭിഷേകം ഇറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല. കൈകെട്ടിയിരുന്നവൻ്റെ മേലെ കൊടുങ്കാറ്റടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കൈകെട്ടിയിരിക്കുന്നവൻ്റെ മേലെ തീ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല കൈ അടിച്ച് യേശുവെന്ന് നിലവിളിക്കുന്നവൻ്റെ മേലെ അഗ്നിശക്തി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ.
അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, മിണ്ടാതിരുന്നാൽ അഭിഷേകം പ്രാപിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഉടനെ പറയുന്ന ആരോ, മിണ്ടാതിരുന്ന് ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അത് ശത്രുവിൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കാനാണ് പറഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാതെ ഫറവോൻ്റെ അടുത്ത് പോയിരുന്നെങ്കിൽ അവൻ തലയെ വെട്ടി അവിടെ വെച്ചേനെ. നീ മിണ്ടാതെ അവിടെ ഇരുന്ന് പെസക ആചരിച്ചിരുന്നാൽ മതി, ഞാൻ ചെയ്യേണ്ടത് അങ്ങ് ചെയ്യാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങളൊന്നിനും പോണ്ട, നിങ്ങൾ മിണ്ടാതിരുന്ന് പെസക കുഞ്ഞാടിനെ അറുത്ത് തിന്ന് വാതിൽക്കൽ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടി മിണ്ടാതിരുന്നാൽ മതി. ഫറവോൻ്റെ വീട്ടിൽ ഞാൻ കയറും. കരമടിച്ച് ചെയ്ത് ശ്രദ്ധിച്ചേ. ഇന്ന് പകരം നീ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, നിനക്ക് വിരോധമായി പ്രവർത്തിക്കുന്ന ശത്രുവിന്റെ പാളയത്ത് സംഹാര ദൂതനെ അയക്കുന്ന ഒരു അഭിഷേകം. Receive the fire of God. Yes. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച്. നിനക്ക് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന ശത്രുവിന്റെ കോട്ടയെ ഇടിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകല്. കരയെ 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 സിയോൻ പുത്രിയേ, യെരൂശലേം പുത്രിയേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആരാധിക്കാം. വിളിക്ക് വിളിക്ക് വിളിക്ക്, നിലവിളിക്ക് 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 നിലവിളിക്ക്. അന്യഭാഷയുള്ളവൻ അന്യഭാഷ പറഞ്ഞ ആരാധിച്ച്. സ്വത്രം 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 സ്വത്രം. Something happening. എന്ന് പകൽ എന്തോ സംഭവിക്കുന്നു, എന്തോ സംഭവിക്കുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു, ഒരു ഷിഫ്റ്റ് നടക്കുന്നു. ജോലിക്ക് പോകുമ്പോൾ നിനക്കുണ്ടാകുന്ന മനപീഡകൾ, വീട്ടിനകത്തുണ്ടാകുന്ന മനപീഡകൾ, സാമ്പത്തിക തകർച്ചകൾ, ആരാധിക്കുമ്പോ മാറിപ്പോകുമെന്ന്, ആരാധിക്കുമ്പോ മാറിപ്പോകും. ഹല്ലേലൂയ. എന്തിനാ ആരാധിക്കുന്നേ? എന്തിനാ ആരാധിക്കുന്നേ? ചിലര് ആത്മീക വർധനവിന് വേണ്ടിയിട്ട് ആരാധിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ആത്മീക വർധനവിനല്ല ആരാധിക്കുന്നത്. ആത്മീക വർധനം നിനക്ക് ഉള്ളത് കൊണ്ടാണ് നീ ആരാധിച്ചത്. മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? ആരാധിച്ചെന്ന് പറഞ്ഞ ആത്മീക വർധന വരില്ല. ആത്മീക വർധനം നിന്റെ അകത്തുള്ളത് കൊണ്ടാണ് നീ ആരാധിച്ചത്. അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. അയ്യോ, ഞാൻ ഇങ്ങനെ ആരാധിച്ചപ്പോൾ ആത്മീയത വർദ്ധിച്ചെന്നല്ല, നിന്റെ അകത്ത് ആത്മാവിന്റെ ഒരു ഓവർഫ്ലോ ഉള്ളത് കൊണ്ടാണ് നീ നല്ല കൈ അടിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു? നല്ലവണ്ണം കൈയടിക്കാനും സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും ഒക്കെ തോന്നുന്നുവെങ്കിൽ നിന്റെ അകത്ത് ആത്മീക വർധന ഉണ്ട്. വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മീകം വർദ്ധിച്ചു? നോ, നിന്റെ അകത്ത് ആത്മാവിന്റെ അളവ് പെരുകുന്നത് കൊണ്ടാണ് നീ വേദപുസ്തകം വായിക്കുന്നത്. ശരിയല്ലേ? ഞാൻ പ്രസംഗിച്ചപ്പോഴാണ് ആത്മീക വർധന വന്നത്? ഇല്ല, ഞാൻ ആത്മീക വർദ്ധിച്ചത് കൊണ്ടാണ് എനിക്ക് വെളിപ്പാട് കിട്ടുന്നത്. നമ്മുടെ മേലുണ്ടെന്ന്. ഹല്ലേലൂയ. പൗലോസ് ശീലാസും അർദ്ധരാത്രി ദൈവത്തെ ആരാധിച്ചു. നമ്മളെല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയ സമയത്ത് പൗലോസ് ശീലാസും ആരാധിച്ചു. ആത്മീക വർധനവനുണ്ടോ ആരാധിച്ചത്? അവിടെ എഴുതിയിട്ടുണ്ടോ? അർദ്ധരാത്രി ഞങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ആരാധിച്ചെന്ന് എഴുതിയിട്ടുണ്ടോ? അവരങ്ങ് ആരാധിച്ചു. റോമ ഗവൺമെന്റിൽ കാരാഗ്രഹത്തിൽ മരിച്ചാലും ജീവിച്ചാലും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. റോമ കാരാഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിനകത്ത് കയറുന്നവൻ ജീവനോടെ തിരിച്ചു വരില്ല.
റോമാ കാരാഗൃഹത്തിനകത്ത് കയറി ജീവനോടെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. പറഞ്ഞ മനസ്സിലായോ? നീ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണോ? നീ ജയിലിൽ പോയാലും തിരിച്ചു വരും. ജയിലിൽ പോയ രണ്ടുപേരെ പറയാം. ജോസഫ് തിരിച്ചു വന്നു, പീറ്റർ തിരിച്ചു വന്നു, പൗലോസ് ശീലാസും തിരിച്ചു വന്നു. ഇനി പോകാൻ പോകുന്നവരായിരുന്നാലും തിരിച്ചു വരും. ഇത് റെവലേഷനാണ്, ഇത് പ്രൊഫറ്റിക്കലാണ്. കരങ്ങളെ അടിച്ച് ദൈവത്തെ തുതിച്ച്. ദൈവം തെരഞ്ഞെടുത്ത അഭിഷിക്തനെ ലോകം ഒരുക്കുന്നത് കാരാഗ്രഹമാണെങ്കിലും അവൻ ഇരട്ടി പവറോടെ മടങ്ങി വരും. ആന്ധ്രയിൽ ഞാനിത് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇത്ര കൺട്രോൾ ചെയ്ത് പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. അന്ന് മൊത്തം യേശുവിനെ പറ്റിയ, യേശു അല്ലാതെ വേറൊരു ദൈവം ഇല്ലെന്ന് ഞാൻ പ്രസംഗിച്ചു. ഒരുത്തനൊരു കമ്പിപ്പാന എടുത്തോണ്ട് ഓടി വരുന്നുണ്ട് ഗ്രൗണ്ടിൽ. 2000 പേരുണ്ടായിരുന്നു. നടന്ന കാര്യം പറഞ്ഞേ. ഒരു കമ്പിപ്പാറ എടുത്തോണ്ട് സ്റ്റേജിൽ കയറി. ഒരു പാസ്റ്ററിന് ചെകിട്ടത്തിൽ ഒരു അടിയും കിട്ടി. ഞാനും വിചാരിച്ചു രക്തം ചെയ്യാൻ ഗ്ലോറി, ഇത്രയും 2000 ഇരുന്നിട്ട് ഒരു വേസ്റ്റുകളായി പോയല്ലോ എന്ന് വിചാരിച്ചു. 2000 പേര് ഇരുന്ന ജനത്തിൽ ഒരുത്തനെ പിടിച്ചു വയ്ക്കാൻ കഴിവില്ലാത്ത നമ്മുടെ കർത്താവ്, ഞാൻ അങ്ങോട്ട് വരുന്നു. കണ്ണടച്ചിട്ട് തുറന്നപ്പോൾ അവൻ സ്റ്റേജിന്റെ വെളിയിൽ കിടക്കുന്നു. തെറിച്ചുപോയി. അവൻ സ്റ്റേജിൽ നിന്ന് തെറിച്ച് താഴെ പോയി. പേടിച്ചവൻ അടി കിട്ടി. ഓടാൻ നിന്ന് അവനെ പിടിച്ചെടുത്ത് അവൻ കവാലത്തൊരു അടി കൊടുത്തു. എനിക്കും പേടിയുണ്ടായിരുന്നു. ഞാൻ മൈക്ക് ബലത്തിൽ പിടിച്ച് സർവശക്തി മൈക്കിൽ പിടിച്ചു തന്നെ നിന്നു. കണ്ണടച്ച് തുറന്നപ്പോൾ അവൻ സ്റ്റേജിന്റെ മേളിൽ നിന്ന് താഴെ കമന്നടിച്ച് അവസാനം അവൻ എൻ്റെ മുണ്ടിൽ മുഴങ്കാലം മടക്കി. പൊട്ട് ചാന്ത് പൊട്ടും മുഴങ്കാലം മടക്കി. ഹല്ലേലൂയ. നിനക്ക് നിന്റെ അകത്തിരിക്കുന്നവന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജാർഖണ്ഡ് ഞാൻ പ്രസംഗിക്കാൻ പോയി. ജാർഖണ്ഡ് ഇപ്പോൾ റാഞ്ചി. ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് ന്യൂസ് പോയി. ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരുത്തനാണ് വരുന്നത്. ഒരു പുള്ളിയുടെ ദേഹത്ത് കൂടാതിരിക്കും ഒരു 12 സെക്യൂരിറ്റീസിനെ വാളണ്ടിയേഴ്സിന് ചുറ്റിലും നിർത്തിയിരിക്കണം. കൊച്ചുപൈകയിൽ ഇത്തിരി രക്തത്തിളപ്പ് ഇത്തിരി ഉണ്ടെന്ന്. ഹല്ലേലൂയ. സീരിയസ്ലി നടന്ന സംഭവം. റാഞ്ചിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ സംഘടന അവൻ പ്രസംഗിച്ചിട്ട് പോകും. നിനക്കാ പണി. ഒരു 15 പേരെ അവന്മാരെല്ലാം കൂടെ ചേർന്ന് അവനെ വെട്ടിപ്പിരുത്തി കഴിഞ്ഞാൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. അവനെ പേടിപ്പിച്ചു. അല്ലേ? സ്നേഹമുള്ളൊരു പാസ്റ്ററാണ് കേട്ടോ, എന്നെ സ്നേഹിക്കുന്നൊരു പാസ്റ്റർ. അപ്പോൾ ആ പാസ്റ്ററാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്റർ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യട്ടെന്ന്. പാസ്റ്ററിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, ഞാനും നോർമൽ രീതിയിൽ തന്നെ പ്രസംഗിക്കും. എനിക്ക് പ്രസംഗിക്കാൻ ഒരേ ഒരു വിഷയമുള്ളൂ. ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് യേശു കുരുടനെ സൗഖ്യമാക്കിയെന്നും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയെന്നും മുടന്തനെ സൗഖ്യമാക്കിയെന്നും അതൊക്കെ 2. എനിക്ക് പ്രസംഗിക്കാൻ ഒന്നേ ഉള്ളൂ. യേശു മാത്രം രാജാവ്, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം ദൈവം. മറ്റൊരു വല്ല രക്ഷയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ മേലെ ആകാശത്തിലെങ്കിലും കീഴെ ഭൂമിയിലെങ്കിലും ഒരേ ഒരു നാമം, അത് നസ്രയനായ യേശു എന്ന നാമം. ഇത് പ്രസംഗിക്കാൻ ധൈര്യമില്ലാത്തവൻ പണി നിർത്തി വീട്ടിൽ പോണം. 4 ഉപമയും പറഞ്ഞ് മറ്റവനും പറയും നമ്മുടെ പോറ്റിയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഒരു കല്ലേലി പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടുത്തെ ഒരു അമ്മച്ചിയുണ്ട്, വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചൊരു കറക്കിറക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ. കുറച്ചൊക്കെ ഭൂതത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. കാരണം ദൈവത്തിൻ്റെ കൂടെ നിന്നല്ലേ. ഇപ്പോൾ അഭയ് എൻ്റെ കൂടെ നടക്കുന്നു, എൻ്റെ കൂടെ നടക്കുന്നു. അവനും നാളെ പ്രവചിക്കും, ഇതുപോലെയൊക്കെ പ്രസംഗിക്കും. ആ പാസ്റ്റർ, എൻ്റെ സീനിയർ പാസ്റ്റർ പ്രസംഗിച്ചില്ല, അതുകൊണ്ട് ഞാനും
എന്നെ കണ്ട അവനും പഠിക്കുന്നേ. അതുപോലെ യേശുവിനെ കൂടെ നിന്ന്, ദൈവത്തിന്റെ കൂടെ നിന്ന് പഠിച്ചതാ മറ്റേ ലൂസിഫർ ഇല്ലേ? കണ്ടുപിടിച്ച കുറെ സാധനങ്ങളില്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരേ ഒരു കാര്യം, മരിച്ചിട്ട് സ്വയം ഉയർത്തെഴുന്നേറ്റ് ഒരേ ഒരാളെ ഉള്ളൂ, നസറേനായ യേശു. ഒരുപാട് ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടുണ്ട്, അത് ആരോ ഉയർപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരുപാട് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് കണ്ടിട്ടുണ്ട്, അത് ആരൊക്കെയോ ഉയർപ്പിച്ചതാ. പക്ഷെ മരിച്ചിട്ട് ആരുടെയും സപ്പോർട്ടില്ലാതെ സ്വയം ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ ഉണർന്നു വന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശു. ഹല്ലേലൂയ. ബൈബിളിലെ ദൂതൻ എഴുന്നേൽപ്പിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൂതൻ വന്ന് എഴുന്നേൽപ്പിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇല്ല, കല്ലറ നോക്കാൻ വരുന്നവനോട് അവൻ ഇവിടെ ഇല്ല, ഇവിടുന്ന് പോയെന്ന് പറയാനാ ദൂതൻ അവിടെ ഇരുന്നത്. ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ധൈര്യം വേണം കേട്ടോ. യേശുവിനെ പറയാൻ ധൈര്യം വേണം. യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമല്ലാത്തവൻ്റെ അടുത്ത് പോയി സമയം ചെലവാക്കണ്ട. ഒരാളിന് യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടമല്ല, നില്ലടാ കേട്ടിട്ട് പോയാൽ മതി, അങ്ങനെ പറയണ്ട. എങ്കിൽ അവൻ തരുന്നതെല്ലാം കൈകെട്ടി നിന്ന് സ്വോത്രം 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 വാങ്ങിക്കിടണം. അല്ല, ഇഷ്ടമല്ലാത്തടത്ത് ട്രാക്റ്റും കൊണ്ട് എന്തിനാ ഇനി സമയം വെറുതെ കളയുന്നത്? ഇത് അന്ത്യകാലമാണ്. ഇനി തമ്പിയുടെ ഹൃദയവും കൊണ്ട് നടക്കേണ്ട സമയമല്ല ഇത്. തമ്പിയുടെ ഹൃദയവും തകർന്നു പോയ കപ്പലും കൊണ്ട് നടക്കേണ്ട സമയമല്ല. ഒരാളിനെ നിനക്ക് മാനസാന്തരപ്പെടണമെന്ന് നോക്കി അവനൊന്ന് സൂക്ഷിച്ച് നോക്കിയത് അവൻ്റെ ഭൂതം അഴിഞ്ഞു പോകണം. 2025 വർഷത്തിന് മുമ്പ് പീറ്ററും പൗലോസും നിന്ന് നോക്കിയപ്പോൾ ഭൂതം പുറത്തു പോയെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ പൗലോസിന്റെ ഒരു കയ്യിൽ തമ്പിയുടെ ഹൃദയവും മറ്റേ കയ്യിൽ തകരുന്ന കപ്പലും ഇത് വായിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി ഭൂതം പോകുന്നല്ല പറഞ്ഞ്. തിരിഞ്ഞൊന്ന് നോക്കി ഭൂതം പോയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ട്രാക്റ്റ് കൊണ്ടു കൊടുക്കുക, അതിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നതെന്ന് പോലും വായിക്കാതെ കൊണ്ടു കൊടുക്കുന്നത്. വാങ്ങിയവൻ വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ചോദിച്ചാൽ ബപ്പപ്പ അടിക്കും. അയ്യോ, ഇങ്ങനെയൊക്കെ അതിനകത്ത് എഴുതിയിരുന്നോ? ഇനി ആരെങ്കിലും ട്രാക്റ്റ് കൊടുക്കാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം വായിക്കണം കേട്ടോ. ഫുള്ള് ഒരു 10 വട്ടമെങ്കിലും വായിച്ചിട്ടേ കൊടുക്കാവൂ. ഞാൻ ശംഖുമുഖം ബീച്ചിൽ എത്രയോ പേര് ട്രാക്റ്റ് കൊടുത്തിട്ട് അതിനെ കപ്പലണ്ടി ചുരുട്ടി തിന്നുന്നത്തെ കണ്ടിട്ടുണ്ട്. കല്ലെങ്കിൽ വിരിച്ച് അതിൻ്റെ പുറത്തിരിക്കുക. ഹല്ലേലൂയ. ഇനിയുള്ള ടൈം, അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേലും നിന്റെ തലമുറയുടെ മേലും പകരും. നീ പ്രവചിക്കും. നല്ല ഒരുങ്ങി ടിപ്പ് ടോപ്പായിട്ട് ബീച്ചിൽ, ഏതെങ്കിലും ശംഖുമുഖം ബീച്ചിൽ ഒരിടത്ത് പോയി അങ്ങ് ഇരുന്നാൽ മതി. നിന്റെ ദൂത് കേൾക്കേണ്ടവനെ നിന്റെ അടുത്ത് കൊണ്ടിരുത്തും. അവനെ സ്കാൻ ചെയ്യണം. അടുത്തിരിക്കുന്നവനോട് പറയണം, ഇന്ന പ്രയാസത്തോടല്ലേ ശംഖുമുഖത്ത് വന്നിരിക്കുന്നത്. അവൻ വിറച്ചോണ്ട് അയ്യോ നിങ്ങളൊരു ദൈവമാണെന്ന് പറയും. ഏത് ചർച്ചിലാ പോകുന്നതെന്ന് ചോദിക്കും. നിങ്ങളൊരു ദൈവദാസിയാണെന്ന് പറയും, ദൈവ പുരുഷനാണെന്ന് പറയും. ആ കാലഘട്ടം വരാൻ പോകുന്നത്. ഇതൊക്കെ മിണ്ടാതിരുന്നാൽ പറ്റത്തില്ല. നല്ല ആരാധിക്കണം, എങ്കിലേ യേശുവിന്റെ രക്തം തിളച്ച് മറിയത്തുള്ളൂ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്, കരങ്ങളെ അടിച്ച്. 2025 ഒരു റിവൈവൽ വരും. അന്ന് ചങ്കൂറ്റമുള്ള യൗവനക്കാർ, വൈരാഗ്യമുള്ള ദൈവദാസന്മാർ, ബലമുള്ളവരെ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കരമുയർത്തി, കരമുയർത്തി. പൗലോസേ, ശീലാസേ. തൊട്ടപ്പുറത്ത് കാവൽ പടയാളികളുണ്ട്. കേട്ടാ നിന്നെ കൊന്നുകളയും, നശിപ്പിച്ചു കളയും. പൗലോസ് ശീലാസും പറയും, ഈ ആരാധന എന്റെയോ ശീലാസിന്റെയോ വിടുതലിന് വേണ്ടിയിട്ടല്ല, അടുത്ത തലമുറ ഈ കാരാഗ്രഹത്തിൽ വരാതിരിക്കാൻ.
എൻ്റെ അടുത്തൊരു തലമുറ എൻ്റെ പുറകെ വരുന്നുണ്ട്. തീമോത്തിയോസ് പുറകെ വരുന്നുണ്ട്, തീത്തോസ് പുറകെ വരുന്നുണ്ട്, ഫിലമോൻ പുറകെ വരുന്നുണ്ട്. അവർ ഈ കാരാഗ്രഹത്തിൽ കടക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഇതിനെ ഇടിക്കാൻ പോവാ. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ച് എന്ന് പകലും നീ ആരാധിക്കാൻ തയ്യാറായാൽ, നീ പോയ പ്രശ്നത്തിലൂടെ, നീ പോയ കടഭാരത്തിലൂടെ, നീ പോയ നിരാശയിലൂടെ നിന്റെ തലമുറ പോകത്തില്ല. കമാൺ കമാൺ കമാൺ. ജയിലിടിയും 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 എന്ന് പകലും നീ ആരാധിച്ചാൽ ജയിലിടിയും. നിനക്ക് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി പിശാച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന സകല ജയിലുകളെയും ഇടിച്ചു കളയുന്ന അഭിഷേകം, ഫയർ, കമാൺ 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 കമാൺ. ദൈവശക്തി ഇറങ്ങുന്നു. എന്ന് പകലും നീ ഇതിനകത്ത് ആരാധിച്ചിട്ട് നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്ന ഒരു പൈശാചിക സാമ്രാജ്യവും ഇല്ലാത്ത രീതിയിൽ സ്തോത്രം. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. പിശാച് അടുക്കൽ വരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ആരാധിക്കുന്നവൻ്റെ അടുത്ത് കാട്ടുപോത്തല്ല. ചിലരൊക്കെ കണ്ണടച്ചാൽ കാണുന്നത് തലയും കുലുക്കി കുത്തിക്കൊല്ലാൻ വരുന്ന കാട്ടുപോത്തിനെയാണ് കാണുന്നത്. ഏതാത്മാവാണെന്നൊരു പിടുത്തമില്ല. ഒരാൻറ്റി പോകാത്ത ഒരു കൂട്ടവും ഇല്ല. എവിടെ ആരാധന ഉണ്ടെങ്കിൽ അവിടെ എല്ലാം പോകും. പക്ഷെ പുള്ളിക്കാരത്ത് കണ്ണടച്ച നായ കടിക്കാൻ വരുന്നതും, പേപ്പട്ടി ഓടിക്കുന്നതും, കരടി വലിച്ചു കീറാൻ വരുന്നതും, കാണ്ടാമൃഗം കുത്താൻ വരുന്നതും ഇതൊക്കെയാണ് കാണുന്നത്. രക്തം തളം കെറ്റി കിടക്കുന്നതും, പുതിയ കുഴി ഇട്ടിട്ടിരിക്കുന്നതും, ശവപ്പെട്ടി, തീപ്പട്ടി. ബൈബിളിൽ എത്രയോ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നീ കണ്ണടയ്ക്കുമ്പോൾ, നീ അന്യഭാഷ പറഞ്ഞ് നല്ല ആരാധിച്ചിട്ട് കണ്ണടയ്ക്കുമ്പോൾ നീ കാണേണ്ടത് രാജാവ് നിന്റെ അടുത്തത് വരുന്നതാ കാണേണ്ടത്. ദൈവാത്മാവിനോട് പറയുന്നു, സിറ്റി ട്രാവൻകൂർ ചർച്ചില്, തിരുവനന്തപുരം സിറ്റി ചർച്ചില് രാജാവായ ക്രിസ്തു 13ാം ആനിവേഴ്സറിയിൽ വന്നിട്ടുണ്ട്. വരുന്നു വരുന്നു, നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. He is the king. ഓ, കരമടിച്ചു പറ, കരമടിച്ചു പറ. ഇന്ന് ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ നീ പറയണം, ഞാൻ രാജാവിനെ കണ്ടു. യെസ് യെസ് യെസ്. നല്ല കൈയടിച്ചു പറ, നല്ല കൈയടിച്ചു പറ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ, ഞാൻ യേശുവിനെ കണ്ടെന്നല്ല. യേശു എന്ന് പറയുന്നത് ഒരു നാമമാണ്, ഇഷ്ടംപോലെ. ഈ യേശുവേ എന്ന് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ഏതെങ്കിലും യേശു കേൾക്കും. മനസ്സിലായോ? യേശുവേ എന്ന് മാത്രം വിളിക്കരുത്, ഏതെങ്കിലും ഒരു യേശു കേൾക്കും. കാരണം യേശു എന്ന് പറയുന്ന ഒരു പേരാ. യഹൂദന്മാരുടെ ഇടയിൽ, റോമാക്കാരുടെ ഇടയിൽ യേശു എന്ന പേരുള്ള ഒരുപാട് യേശുമാരുണ്ടായിരുന്നു. ബർ യേശു, വേറെ എന്തൊക്കെ യേശു ഉണ്ട്. യേശു എന്ന് മാത്രമല്ല, രാജാവായ യേശു. രാജാവെന്ന് പറയാം. കുറെ വട്ട രാജാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മേലൊരു രാജാവിൻ്റെ ക്വാളിറ്റി വരും. ആമേൻ. വി ആർ കിങ്, കിങ് ജനറേഷൻ. അയ്യോ, ആ പേര് പറയാനേ പേടിയോ. ഹല്ലേലൂയ. ഞാൻ ഒരു മിനിസ്ട്രിയുടെ പേര് പറഞ്ഞല്ല കേട്ടോ. നമ്മളെ രാജ തലമുറയാണ്, രാജകീയ തലമുറ. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നമ്മൾ കിങ് ജനറേഷനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോയൽ ഫാമിലി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാ നമ്മുടെ അടുത്ത് വരുന്നത്? രാജാവ്. ഇപ്പൊ രാജാവ് അടുത്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആനയ്ക്ക് ഏത്തങ്കൊല വയ്ക്കും പോലെ വയ്ക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയൊരു ഏത്തങ്കൊലയും ഒരു കരിക്കും കൊലയും ഒരു കലം പാലും ചാമ്പ്രാണിയും കത്തിച്ച് വയ്ക്കണ്ട.
വേറെ ആരെങ്കിലുമൊക്കെ വരണമെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി. ഏത്തം കൊലയും കദളിക്കൊലയും ഒക്കെ വെട്ടി, കരിക്കും വെട്ടി, പാലും ഒഴിച്ച്, വേണമെങ്കിൽ ഒരു ബക്കറ്റ് രക്തവും കൂടെ, കോഴിയുടെ തലയും വെട്ടി വെച്ചാൽ വേറെ വരുമായിരിക്കും. പക്ഷേ രാജാവ് വരണമെങ്കിൽ നീ ആർപ്പിടണം, നീ ഘോഷിക്കണം. ഒന്ന് നോക്ക്, ആരാധിച്ച പൗലോസേ, ആരാധിച്ച ശീലാസേ, എന്താ കണ്ടേ? നമ്മൾ കാണും റോമാ പടയാളികൾ വാളിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ശബ്ദം കേൾക്കുന്നെന്ന് പറയും. ശീലാസിൻ്റെ തല തെറിച്ചു കിടക്കുന്നത് കാണുന്നെന്ന് പറയും. എന്നാൽ പൗലോസ് ശീലാസും പറയും, സിംഹാസനത്തിലുള്ള രാജാവ് ഇരിക്കുന്നത് കണ്ടു. അത് സ്വർഗത്തിലല്ല കണ്ടത്. റോമ കാരാഗ്രഹത്തിന്റെ അകത്തൊരു സിംഹാസനം വെളിപ്പെട്ടു. അതിലൊരുവൻ, വയോധിനായ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. വിശ്വസിക്കുന്നവർ പറ, നീ എവിടെയാണോ ആരാധിക്കുന്നത്, എവിടെയാണോ ആർപ്പിടുന്നത്, അവിടെ ദൈവത്തിന്റെ സിംഹാസനവും രാജാവും ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ഇന്ന് പകല് കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ നീ ആരാധിക്കാൻ തയ്യാറായാൽ, ഐ ഫീൽ presence of king. Yes. You are the jailbreaker. നീ ആരാധിക്കുമ്പോൾ നിനക്ക് വിരോധമായി, നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ മുന്നോട്ടുള്ള പാതയ്ക്ക് വിരോധമായി പിശാച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന സകല ചുവരുകളെയും മറിച്ചു കളയുന്ന ഒരു അഭിഷേകം. ആരാധിച്ചോ. ഹല്ലേലൂയ. റോബിൻസൺ എന്ന് പറഞ്ഞ ചേട്ടൻ വന്നിട്ടുണ്ടോ? ഇന്ന് വന്നിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഒന്ന് എഴുന്നേറ്റേച്ചാ, ലീല ആൻറ്റി ഒന്ന് എഴുന്നേറ്റേ. ഹല്ലേലൂയ. ഇന്ന് പകലൊരു അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുക. യെസ്, 2 തലമുറയുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഒരു തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഗ്ലോറി എന്ന പേര് കാണുന്നു. മഹത്വം, ദൈവത്തിന്റെ മഹിമ ഇറങ്ങി വരുന്നത് ഞാൻ കാണുന്നു. മഹിമ ആരാ? മഹിമ എണീറ്റേ. മകളോ? ഓ മകളെ, നിന്റെ മേൽ ഒരു ഭയങ്കര അനോയിന്റിങ് ഇറങ്ങി വരാൻ പോവാ. യെസ്, പ്രാർത്ഥിച്ചു. പ്രഘോഷ് ആരാണ്? പ്രഘോഷ്. യെസ്, ഹല്ലേലൂയ. ഒരു കണക്ഷൻ. ഓ ഹല്ലേലൂയ. ഇന്ന് മഹിമയുടെ മേലും പ്രഘോഷിന്റെ മേലും റോബിൻസൺ അച്ചായന്റെ മേലും ലീലാമാമയുടെ മേലും ദൈവശക്തി ഇറങ്ങുന്നു. നീ മടങ്ങി പോകുമ്പോൾ പുതിയ ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോകുന്നു എന്ന്. ജോലിയിൽ ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു, ഒരു പ്രൊമോഷൻ നടക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ ഫിനാൻഷ്യൽ ഏരിയക്കകത്ത് ദൈവം വലിയൊരു ഡെലിവറൻസ്. നിന്നെ അവിടെ നിർത്താൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന് പിശാച് വെല്ലുവിളിക്കുമ്പോൾ, സാത്താന്യ ആരാധനകൾ നടക്കുമ്പോൾ, ഇന്ന് പകല് ദൈവാത്മാവിനോട് പറയുന്നു, നിന്നെയും നിന്റെ തലമുറയെയും ഞാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പകലനോട് പ്രവചിച്ചു പറയുന്നു. മഹിമ മോളെ, ദൈവം നിന്നെ ഉയർത്തും. നിനക്ക് എന്താണ് ഇഷ്ടം? ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് നല്ലവണ്ണം പ്രാർത്ഥിക്കാമെന്ന്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. അഭിഷേകം പ്രാപിക്കണം കേട്ടോ. ഹല്ലേലൂയ. ആരാ ഈ പേര് വെളിപ്പെടുത്തിയേ?
അമ്മ. വെരി ഗുഡ്. ഹല്ലേലൂയ. ദൈവമാണ് വെളിപ്പെടുത്തിയത്. മോളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ മോളെ പേര്? ആ, അമ്മ പറഞ്ഞു തന്നോ എൻ്റെ അടുത്ത്? പാസ്റ്റർ പറഞ്ഞു തന്നോ? ആരാ വെളിപ്പെടുത്തിയേ? ആ, ഓക്കെ. ഹല്ലേലൂയ. അപ്പം മോളെ യേശു സ്നേഹിക്കുന്നു. നീ യേശുവിനെ സ്നേഹിക്കാൻ തയ്യാറാണോ? സ്നേഹിക്കുന്നുണ്ട്, ഇനി കൂടുതൽ സ്നേഹിക്കണം. അടുപ്പമുണ്ട്, ഇന്ന് മുതൽ കൂടുതൽ അടുക്കണം. മോനെ, ജീസസ് ലവ്സ് യു. നിന്നെ ദൈവം വലിയവനാക്കുന്ന ദൈവാത്മാവ് പറയാൻ പറയും. നീ വലിയ വലിയ ഓഫീസർമാരുടെ നടുവിലിരിക്കും. വലിയ വലിയ സയന്റിസ്റ്റുകളുടെ നടുവിൽ ദൈവം ഇരുത്തും. ഒരു പൈലറ്റ് വിമാനം ഓടിച്ചു പോകുന്നത് പോലെ ഞാൻ നിന്നെ ഉയർത്തുമെന്ന് സൈന്യങ്ങളുടെ ഹോവ. ഇപ്പം നിനക്കിത് ഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, പക്ഷേ നിന്നെ ഞാൻ ലോങ് സൈറ്റിൽ കാണുന്നു. നീ ഉന്നതനായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ഇപ്പോൾ എന്നോട് പറയാൻ പറയുന്നു. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകല് നിന്റെ വീട്ടിനകത്ത് ദൈവം വലിയൊരു ഡെലിവറൻസ് അയക്കുക. ഒരു മേജർ ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞു. ഇരുന്നാട്ടെ. ഹല്ലേലൂയ. രാജാവ് വരുന്നു. ഈ രാജാവിന്റെ പ്രത്യേകത, അവൻ നീതിമാനാണ്. 2, ഈ രാജാവ് എവിടെ വന്നാലും അവിടെ ജയം. ഈ രാജാവ് ആരുടെ കൂടെ ഉണ്ടോ അവന് ജയം. മക്കളെ, എക്സാമിന് ഇന്റർവ്യൂവിന് ജയിക്കാൻ വേണ്ടിയിട്ട് 4 പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നല്ലവണ്ണം പഠിക്കണം. പക്ഷെ അതിനെക്കാട്ടിയും വലിയ ഒരു കാര്യമുണ്ട്. രാജാവ് നിന്റെ കൂടെ ഉണ്ടോ, wherever you go, victory, success only. കരം അടിച്ചു പറ, രാജാവ് നിന്റെ കൂടെ ഉണ്ട് എങ്കിൽ നിനക്ക് തോറ്റ ചരിത്രമല്ല, ജയിച്ച ചരിത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാജാവിന് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമില്ല. നിന്റെ കയ്യിലിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ സകല ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഈ രാജാവിൻ്റെ കയ്യിലുണ്ട്. എല്ലാവരും പറഞ്ഞേ, ഇന്റർവ്യൂവിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ രാജാവിൻ്റെ കയ്യിലുണ്ട്. നിന്റെ മുമ്പിൽ വന്ന് പലിശ ചോദിക്കുന്നവന് കൊടുക്കേണ്ട പണം ഈ രാജാവിൻ്റെ കയ്യിലുണ്ട്. വീട് വച്ചു തരാനുള്ള പണം ഈ രാജാവിൻ്റെ കയ്യിലുണ്ട്. നിന്റെ കടഭാരം മാറ്റേണ്ട ക്യാഷ് ഈ രാജാവിൻ്റെ കയ്യിലുണ്ട്. ഇന്ന് പകൽക്കാലം നല്ല ആരാധിച്ചിട്ട് പറ, രാജാവ് എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ രാജാവ് ആരുടെ കൂടെ ഉണ്ടോ അവന് ജയമുണ്ട്. ഇനി ഈ രാജാവിന്റെ പ്രത്യേകത, അവൻ താഴ്മയുള്ളവനാണ്. ഹല്ലേലൂയ. സദൃശവാക്യം 13 പറയുന്നു, വായിക്കണ്ട. നീ ജ്ഞാനിയോട് കൂടെ നടന്ന നീയും. 13:20 വീട്ടിൽ പോയി വായിച്ചാൽ മതി. സദൃശവാക്യം 13:20 പറയുന്നു, നീ ജ്ഞാനിയോട് കൂടെ നടന്നാൽ നീ ജ്ഞാനിയാവും. അപ്പൊ നീ താഴ്മയുള്ളവന്റെ കൂടെ ഇരുന്നാൽ താഴ്മയുള്ളവനായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സെഖരിയ പ്രവചനം പറയുന്നു, അവൻ രാജാവായി നമ്മുടെ അടുത്ത് വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 15 വരെ വായിച്ച്. ജോൺ ചാപ്റ്റർ 12 13 to 15. ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവര് ഈ ഈന്തപ്പനയുടെ ഇലയും കൊണ്ടാ വന്നത്, കുരുത്തോല. ഹോശന്ന ഹോശന്ന ഇസ്രായേലിന്റെ
ഇസ്രായേലിന്റെ രാജാവായി ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഹോശന്ന ഞായറാഴ്ചയാണ് അല്ലേ? ഹല്ലേലൂയ. കുരുത്തോല കൊണ്ടുവന്നില്ലെങ്കിലും ബൈബിളെങ്കിലും കൊണ്ടുവന്നല്ലോ. സ്തോത്രം. രാമയും പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അവൻ കഴുതയുടെ പുറത്ത് കയറി. മാന്യതയില്ലാത്തൊരു മൃഗമാണ് കഴുത. ബൈബിളിലൊരു വചനം പറയുന്നു, ഒരു കഴുതയെ കഴുത്തൊടിച്ച് കൊല്ലാൻ വേണ്ടി ഒരിടത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ടിരുന്നു. ഹല്ലേലൂയ. കഴുതയുടെ ചരിത്രം അതാണ് കേട്ടോ. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നാളെ പെസഹയാണ്, എനിക്കെതിരെയുള്ള ഗ്രാമത്തിൽ പോകുക, അവിടെ ഒരു കഴുതയെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ യജമാനൻ തർക്കിക്കും. യജമാനോട് ചോദിക്കുക, യജമാനെ ഈ കഴുത എന്തിനാ കെട്ടിയിട്ടിരുന്നത്? ഇതൊരു കോവർ കഴുതയാ, ഇതൊരു പ്രയോജനമില്ലാത്ത കഴുതയാണ്, അതുകൊണ്ട് ഇതിനെ കഴുത്തിനെ ഒടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടിരിക്കുക. ദൈവം പറഞ്ഞു, കഴുത്ത് ഒടിച്ചു കൊല്ലാനിട്ടിരിക്കുന്ന ശാപം പിടിച്ച കഴുതയാ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്ന് പകലും മരണം കാത്തു കിടക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അടുത്ത ദിവസം രാജാവേ രാജാവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളി നിന്റെ ചെവിയിലും കേൾക്കും. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ശ്രദ്ധിക്കേ. ഈ കഴുതയുടെ കെട്ടഴിച്ച് ശിഷ്യന്മാർ കൊണ്ടുവന്ന് ഇതിനെ നല്ല കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി ഇതിനെ നല്ല അലങ്കരിച്ചു. ഹല്ലേലൂയ. പല ദൈവങ്ങളും ആനയുടെ പുറത്തിരുന്ന് പോകുമ്പോൾ ഇവിടെ ഒരാൾ കഴുതയുടെ പുറത്ത് അലങ്കരിച്ച് കയറി. പലരും വലിപ്പം നോക്കി കയറുമ്പോൾ കർത്താവ് വലിപ്പം നോക്കാതെ കയറി. കഴുതയുടെ പുറത്ത് യേശു കയറി. കഴുത പോകുന്നിടത്തെല്ലാം റെഡ് കാർപ്പറ്റ് കണ്ടോ? കഴുത പോകുന്നിടത്തെല്ലാം റെഡ് കാർപ്പറ്റ്, പൂക്കൾ, ഹാരങ്ങൾ, പച്ച ഇലകൾ, കീജൈ വിളിക്കുക ഹോസന്ന. കഴുത വിചാരിച്ച് എനിക്ക് ഇതെല്ലാം കിട്ടുന്നത്. സെയിം. ഇന്ന് കുറെ പ്രസംഗിക്കാരുണ്ട്, അവനറിയില്ല ഞാനൊരു കഴുതയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ഉൾപ്പെടെ കൊല്ലാൻ വേണ്ടി കെട്ടിയിട്ടിരുന്ന കഴുതയാ. വേറെ ആരും കുറിച്ചല്ല, എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഉൾപ്പെടെ കഴുത്തൊടിച്ച് കൊല്ലാൻ വേണ്ടി കെട്ടിയിട്ടിരുന്ന കഴുതയാ. എന്നോട് കരുണ തോന്നി, ദയ തോന്നി, എന്നെ അഴിച്ച് കർത്താവ് വന്ന് കയറി. ഇന്ന് ഞാൻ നടക്കുന്നതെല്ലാം റെഡ് കാർപ്പറ്റിലൂടെയാ, പൂക്കള പുറത്ത്, ഹാരത്തിൻ്റെ പുറത്ത്. എനിക്ക് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ വലിയ സ്വീകരണമാണ് കിട്ടുന്നത്. ചിരി വന്നിട്ടുണ്ട് ഉള്ളം കൊണ്ട്. സത്യം, എനിക്കോ ഇതൊക്കെ എന്ത് കഴുത്തിൽ ഹാരം, പൂമാല, ജണ്ട്, അയ്യോ എനിക്കറിയത്തില്ല. ഉള്ളം കൊണ്ട് ചിരിച്ചു. കാരണം എനിക്കറിയാം ഇതൊന്നും യോഗ്യത എനിക്കില്ല. പുറത്ത് കാണിക്കാറില്ല, ഉള്ളം കൊണ്ട് ഭയങ്കര ചിരി വരും. എന്നിട്ട് റൂമിൽ പോയിട്ട് കമന്ന് കിടന്ന് ചിരി, എനിക്കോ കർത്താവ് ഇതൊക്കെ. ചില കഴുതൊക്കെ അറിയത്തില്ല, യേശു മേളിൽ കയറിയുണ്ടല്ലോ ഈ ആദരവെല്ലാം കിട്ടുന്നത്. ഒന്ന് മിനിസ്ട്രിയിൽ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്ന ദൈവദാസന്മാരെ കണ്ട് ചിരി വരത്തില്ല, കൈ കൊടുക്കത്തില്ല, ശബ്ദത്തിൻ്റെ ബേസ് അങ്ങ് മാറും. ഇന്നലെ വരെ ലെനീഷ് എന്നാ ഉണ്ട് എന്ന് ചോദിച്ച ആൾക്കാർ പ്രൈസ് ലോർഡ് ലെനീഷ് എന്തൊക്കെ ഉണ്ട്, ആ ടോണൊക്കെ അങ്ങ് മാറും. ചിലപ്പോൾ കണ്ട മൈൻഡ് പോലും ചെയ്യത്തില്ല. ലെനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ കേട്ടിട്ടുണ്ട്, എവിടെയോ ഒരു മിന്നായം പോലെ കേട്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. ഹല്ലേലൂയ. ഏതോ ആൻറ്റി പറഞ്ഞ് സത്യം. പ്രൈസ് ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ഇന്നത്തെ ദൈവദാസന്മാരെ ചിലര്, എല്ലാവരും അല്ല, ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുമ്പോൾ മറന്നുപോകും. ഹല്ലേലൂയ. കൂടെ കൊണ്ട് നടന്നവനൊക്കെ നാളെ ഏത് സ്ഥിതിയിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കുമോ. ഹല്ലേലൂയ. ഭയങ്കര കറക്റ്റ് കാര്യമോ. കൊണ്ട് നടക്കുന്നവനൊക്കെ നല്ല സൂക്ഷിച്ചോണം പാസ്റ്റർ, ഇപ്പം പണി വരുന്നെന്ന് പറയാൻ പറ്റില്ല.
നിന്നെ ഓർത്തല്ല പറഞ്ഞേ, ധൈര്യമായിട്ടിരിക്കേ. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എവിടെന്ന് പണി വരുന്നത് പറയാൻ പറ്റത്തില്ല. ഒരു ശുശ്രൂഷയും അറിഞ്ഞുകൂടാത്തവനെ, പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാത്തവനെയൊക്കെ കൊണ്ടു നടന്നെല്ലാം പഠിപ്പിച്ചെടുക്കുമ്പോൾ ഇങ്ങേരെ പോലെയുള്ള ബഹുമാനം എനിക്കും വേണം. അങ്ങേര് കിടക്കുന്ന അതേ റൂം തന്നെ എനിക്കും വേണം. അങ്ങേരെ ഡ്യൂറോഫ്ലെക്സ് മെത്ത എനിക്ക് വേണം. ഹല്ലേലൂയ. അങ്ങേരെ കട്ടിൽ വലിയ കട്ടിൽ, എൻ്റെ കട്ടിൽ ചെറുത്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കെപ്പോഴും ബോധ്യമുണ്ട്, ഞാൻ ഇനി എത്ര വലിയവനായാലും എനിക്ക് കിട്ടുന്ന സ്വീകാര്യം മുഴുവന് പുറത്തിരിക്കുന്ന ക്രിസ്തു കാരണമാണ്. ക്രിസ്തുവിന് കിട്ടുന്ന സ്വീകരണം കാണാനാ ദൈവം എന്നെ വിളിച്ചത്. അതിന് ദൈവം എന്നെ പങ്കാളിയാക്കിയല്ലോ. കരങ്ങളെ ശക്തിയോടെ അടിച്ചു പറ, ക്രിസ്തു നിന്റെ മേൽ വന്നാൽ നീ എത്ര ഉയർന്നാലും, നീ എത്ര ഉന്നതനായിരുന്നാലും, നീ താഴ്മയുള്ളവനായിരിക്കണം, നീ വിനയമുള്ളവനായിരിക്കണം. മറ്റുള്ളവരെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഇന്നത്തെ ദിവസം ആനിവേഴ്സറി കൊളായില്ലല്ലോ. കരമേർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 19-20 വേഗത്തിൽ വായിച്ചേ. ഇന്നത്തെ എൻ്റെ മെസ്സേജ് ഇതാണ്, ജീസസ് ഈസ് ദ കിങ് ഓഫ് കിങ്. യേശു രാജാവ്. പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ഈ നസ്രേനായ യേശുവാണ് രാജാവ് എന്ന് എഴുതിയത്. ആരാണ്? രാജാവിനെ വിട്ട് തന്നെ ദൈവം എഴുതിപ്പിച്ചു. കയ്യപ്പാവല്ല എഴുതിയത്, ഏതോ ഒരു പരീക്ഷനല്ല എഴുതിയത്, ഏതോ ഒരു ശാസ്ത്രിയല്ല എഴുതിയത്. പീലാത്തോസ് യേശുവാണ് രാജാവ് എന്ന് എഴുതണമെങ്കിൽ അതിനു മുമ്പ് അവൻ്റെ റിട്ടയർമെന്റ് അവൻ ഹാജരാക്കിയിട്ടുണ്ട്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇവിടെ കാണാൻ പറ്റുന്ന ഒരു റെവലേഷൻ, ശൗലിനെ ദൈവം നീക്കിയിട്ട് അവിടെ ഡേവിഡിനെ കൊണ്ടുവന്നതുപോലെ ദൈവം ഇസ്രായേലിന്റെ രാജാവായ പീലാത്തോസിനെ മാറ്റിയിട്ട് അവിടെ യേശു രാജാവായി മാറുകയാണ്. കരങ്ങളെ ശക്തിയോടെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. യേശുവിന്റെ ക്രൂശ് മരണത്തിൽ 2 കാര്യം സംഭവിച്ചു. 1 രാജത്വം മാറി, 2 പൗരോഹിത്യം മാറി. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, യേശുവിന്റെ ക്രൂശീകരണത്തിലൂടെ 2 കാര്യം നടന്നു. 1 പൗരോഹിത്യം മാറി, 2 രാജത്വം മാറി. പീലാത്തോസ് മാറിക്കൊടുത്തു, നീ തന്നെ രാജാവ് ഇല്ലേ? ശൗല് മാറിയിട്ട് പറഞ്ഞു, ഇനി ഇസ്രായേലിന്റെ രാജാവ് ദാവീദ് തന്നെ. യേശു രാജാവാണെന്ന് പറഞ്ഞപ്പോ മഹാപുരോഹിതൻ എന്ത് ചെയ്തു? പറഞ്ഞേ, യേശു ഞാനാണ് രാജാവെന്ന് പറഞ്ഞപ്പോ മഹാപുരോഹിതൻ എന്ത് ചെയ്തു? അവന്റെ വസ്ത്രത്തെ കീറി. ലേവ്യ പുസ്തകത്തിൽ പറയുന്നു, ഈ വസ്ത്രം എപ്പോൾ കീറുന്നു അന്ന് പൗരോഹിത്യം നിൽക്കും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ഈ പുരോഹിത വസ്ത്രം എപ്പോഴാണോ കീറപ്പെടുന്നത് അപ്പോൾ ലേവിയ ഗോത്രത്തിന്റെ പവർ തീരും, അടുത്തൊരു അധികാരം വരും. ആമേൻ. അപ്പൊ 1 പീലാത്തോസ് പറഞ്ഞു, ഇനി ഇസ്രായേലിന്റെ രാജാവ് നസ്രേനായ യേശുവേ അങ്ങാണ്. മഹാപുരോഹിതൻ തന്റെ വസ്ത്രത്തെ വലിച്ചു കീറിയിട്ട് പറഞ്ഞു, ഇനി മഹാപുരോഹിതൻ ഞാനല്ല, ഈ നിൽക്കുന്ന നസ്രേനായ യേശുവാണ്. കരങ്ങളെ ശക്തിയോടെ അടിച്ചു പറ, ഏക മഹാപുരോഹിതനും രാജാതി രാജാവും നസ്രേനായ യേശു എന്ന് വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ചു പറ, ഇന്ന് പകല് ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാ പൗലോസ് യേശുവിനെ പറ്റി പറയുന്നത്,
മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും പുരോഹിതൻ. ആ വിളിയാണ്. ആരെ വിളിയാ കിട്ടിയ? അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം എന്നെ വിളിച്ച വിളി യേശുവിന്റെ വിളിയാണ്. പ്രൊഫറ്റിക്കൽ കോളിംഗ് എനിക്കുള്ളത്. ഒരു പ്രൊഫറ്റിക്കൽ കോളിംഗാ. ഞാനങ്ങനെ പറയത്തില്ല, എന്നെ പ്രോഫറ്റിൽ എനീഷ് എന്നിട്ടിരിക്കണമെന്ന് പറഞ്ഞു എന്നാ പിന്നെ ഒരു പ്രവാചകനായി അങ്ങിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പീറ്റർ പറഞ്ഞ ദൈവം നിന്നെ വിളിച്ചത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. കാരണം രാജത്വവും പുരോഹിതത്വവും ഉള്ള ഒരുവന്റെ മേലെയുള്ളൂ, അത് നസ്രയനായ യേശുവിലാണ്. കരങ്ങളെ അടിച്ചു പറ, രാജത്വവും പുരോഹിത പൗരോഹിത്യ അഭിഷേകവും കർത്താവിന്റെ ക്രൂശിലാണ് വെളിപ്പെട്ടത്. കർത്താവിന്റെ ക്രൂശ് മരണത്തിലാണ് വെളിപ്പെട്ടത്. ഇന്ന് പകല് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ഉച്ചം തലമുത ഉള്ളങ്കാലുകള് ഒരു പൗരോഹിത്യാനോയിന്റ്, ഒരു രാജകീയ അഭിഷേകം വെളിപ്പെടുന്നു. റിസീവ്. നല്ല കൈവീശി അടിച്ച് ശബ്ദം പുറത്തു വരട്ടെ, ശബ്ദം പുറത്തു വരട്ടെ. അന്യഭാഷ പറ. അടുത്തിരുന്ന് ആരാധിക്കുന്ന കുഞ്ഞിന് അഭിഷേകം ഇല്ലെങ്കിൽ നീ ആരാധിക്കുമ്പോൾ ഇപ്പോൾ നിന്റെ തലമുറ അഭിഷേകം പ്രാപിക്കട്ടെ. നീ ആരാധിക്കുമ്പോ നിന്റെ ആരാധനയുടെ പവർ, നിന്റെ ആരാധനയുടെ ശക്തി നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കും. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ട്യൂമർ മാറും, അസ്ഥി സംബന്ധമായ രോഗം മാറും. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ പ്രശ്നം നിന്റെ ആരാധനയിൽ മാറിപ്പോട്ടെ. വായികളെ തുറന്ന് അന്യഭാഷ മാത്രം പറഞ്ഞ് ചില നിമിഷങ്ങൾ ആരാധിച്ച് ഈ 13ാം ആനിവേഴ്സറിയിൽ ദൈവം നിങ്ങളെ രാജകീയ പുരോഹിത ആത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പീലാത്തോസ് പറയാ, ഞാൻ സ്ഥാനം ഒഴികെയാണ്, പകരം ഇനി യേശുവാണ് രാജാവ്. ഹല്ലേലൂയ. അവനിങ്ങനെ എഴുതി, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്ത് എഴുതി വെച്ചു. 3 ഭാഷയിൽ എഴുതി. എത്ര ഭാഷയിൽ എഴുതി? 3 ഭാഷയിലാണ് ഈ രാജ്യം എഴുതി വെച്ചത്. ഒന്ന് എബ്രായ ഭാഷയിൽ എഴുതി, റോമ ഭാഷയിൽ എഴുതി, യവന ഭാഷയിൽ എഴുതി. ഏതൊക്കെ? എബ്രായർ, റോമ, യവന ഭാഷയിൽ എഴുതി വെച്ചു, യേശു യഹൂദന്മാരുടെ രാജാവ്. ഹല്ലേലൂയ. എബ്രായ, ഗ്രീക്ക്, റോമ. യവന ഭാഷ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ലാംഗ്വേജ് ആണ് കേട്ടോ. ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് നമുക്ക് ഒരുപാട് എഴുത്തുകളെ കാണിക്കാൻ കഴിയും. നമ്മൾ വീട്ടിൽ പോയിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചാൽ, ഒന്ന് മോശ 10 കൽപ്പന എഴുതി ഇല്ലേ? മോശ കല്ലിൽ എഴുതി. പുറപ്പാട് 31:18 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് ചുവരിലുള്ള ഒരു എഴുത്ത് കാണാൻ കഴിയുന്നു. നെബൂഖദ്നേസറിന്റെ കാലത്ത് അല്ലേ? മേലെ മേലെ തെക്കേ പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെ തൂക്കി നോക്കി, നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്നെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോവാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാരിയവേശ് രാജാവ് അന്ന് രാത്രി അവൻ മരിക്കുക. ഹല്ലേലൂയ. ഇനി ഒരു മൂന്നാമതൊരു എഴുത്ത് നമുക്ക് കാണാൻ കഴിയും. അത് നസ്രയനായ യേശു എഴുതിയ എഴുത്താണ്. യോഹന്നാന്റെ സുവിശേഷം 8. ഭൂമിയിൽ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എങ്കിലും ഈ 4ാമത്തെ എഴുത്താണ് പവർഫുൾ. പീലാത്തോസ് എഴുതിയ എഴുത്ത്. മോശ 10 കൽപ്പന എഴുതി, ദാരിയവേശിന് റിട്ടയർമെന്റ് ലെറ്റർ എഴുതി കൊടുത്തു. കേറി വാ, തീർന്നു, ഫിനിഷ്. യേശു
ഈ സ്ത്രീക്ക് വിരോധമായി കല്ലെടുത്ത അവന്മാരുടെ പാവം നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. മനസ്സിലായോ? ആരുടെയൊക്കെ കല്ലിരുന്നോ അവൻ്റെയൊക്കെ എല്ലാ കുറ്റങ്ങളും കർത്താവ് എഴുതിക്കൊണ്ടിരുന്നു. ഇത് ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കാൻ നീ ഇപ്പൊ കല്ല് നിലത്ത്, ഈ സ്ത്രീ കാരണം നീ ചെയ്ത പാപം എന്ത് ചെയ്യാൻ പോവാ? ഞാൻ മായ്ക്കും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പവർ മനസ്സിലായോ? ഈ സ്ത്രീ നിമിത്തം നീയും രക്ഷപ്പെടാൻ പോവാ. ചിന്തിക്കണം. ഒരു 100 പേര് കല്ലെടുത്തോണ്ട് ഇരിക്കുക, 100 പേര് സ്ത്രീക്ക് വിരോധമായി. യേശു ഒന്നും മിണ്ടിയില്ല. മിണ്ടാതിരുന്നാൽ അത്ഭുതം നടക്കും. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ചില സ്ഥലത്ത് നീ മിണ്ടാതിരുന്നാലും മിറക്കിൾ നടക്കും. ചില സ്ഥലത്ത് നീ മിണ്ടാതിരുന്നാലും രക്ഷ നടക്കും. ചില സ്ഥലത്ത് നീ മിണ്ടാതിരുന്നാലും കൂട്ടമാനസാന്തരങ്ങൾ നടക്കും. നിന്റെ മൗനതയ്ക്കകത്ത് ഒരു അഭിഷേകം ഉണ്ടെന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ. എങ്ങനെയാ എനിക്ക് യേശു തൊട്ടാൽ അത്ഭുതം, യേശു തൊട്ടാൽ അത്ഭുതം, യേശു വാ തുറന്നാൽ അത്ഭുതം, യേശു മിണ്ടാതിരുന്നാൽ അത്ഭുതം. അവിടെ വാ തുറന്നില്ല. ഇവള് കിടന്ന് നിലവിളിച്ചു. യേശുവിന്റെ വായ ഒന്ന് തുറക്കാൻ വേണ്ടി ഇവള് നല്ല നിലവിളിച്ചു. യേശു മിണ്ടിയില്ല, നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ആ മൗനതയ്ക്കകത്തുണ്ടായിരുന്നു. ഈ സ്ത്രീ കാരണം ഈ സ്ത്രീക്ക് ചുറ്റും കല്ലെടുത്ത് നിൽക്കുന്ന എല്ലാം ഇന്ന് വിടുവിക്കപ്പെടാൻ പോവാ. പക്ഷെ ഒരേ ഒരു കാര്യം, നിന്റെ കയ്യിലിരിക്കുന്ന കല്ല് നിലത്തിടണം. നിലത്തിട്ടവന്മാർ മൊത്തം വിടുവിക്കപ്പെട്ടു. കല്ല് നിലത്തിട്ടവന്മാർ മൊത്തം മാനസാന്തരപ്പെട്ടു. കാരണം മടിച്ച് സ്ത്രീയെ എറിയാൻ വന്ന മൊത്തത്തെയും ഒറ്റ മൗനതയിൽ ദൈവം മാനസാന്തരപ്പെടുത്തിയെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ചിലപ്പോ നിന്റെ ഭർത്താവ് നിന്നെ നല്ല ഇറിറ്റേറ്റ് ചെയ്യുമായിരിക്കാം. നിന്റെ അമ്മാവി നല്ല ഇറിറ്റേറ്റ് ചെയ്യുമായിരിക്കാം. നിന്റെ മരുമകൾ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാം. അവിടെ പോയി നീ പ്രസവിച്ച കണക്കെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഹല്ലേലൂയ. ചില മക്കളെ തോപ്പിക്കാൻ വേണ്ടി അമ്മ എടുക്കുന്ന ആയുധം 10 മാസം ചുമന്നു. ആരെങ്കിലും പറഞ്ഞോ ചുമക്കാൻ വേണ്ടിയിട്ട്? ഹല്ലേലൂയ. 10 മാസം ചുമന്നു. വേറൊരാൾ ചുമന്നോണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ അമ്മയുടെ അടുത്ത് എന്താ നിങ്ങൾ കാണിച്ച്? അവിടെ ഈ ചുമന്ന കണക്കൊന്നും പറഞ്ഞ് പിള്ളേരെ പേടിപ്പിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഇന്ന് നീ ചുമന്നെങ്കിൽ നാളെ നിന്റെ പിള്ളേരെ ചുമന്നോണ്ട് നടക്കേണ്ടേ? എന്നും ഇതുപോലെ ഇരിക്കുമോ? 10 മാസം ചുമന്ന ബലത്തിലിരിക്കാൻ പറ്റുമോ? ഈ ബലമൊക്കെ പോവും. ഞാൻ എത്രയോ എയർപോർട്ടിലും പോലെടുത്ത മക്കളെ അമ്മയെ കയ്യിലെടുത്ത് ഫ്ലൈറ്റിൽ കയറ്റുന്ന കണ്ടിട്ടുണ്ട്. സ്നേഹമുള്ളവർ കേട്ടോ, ദുഷ്ടന്മാരല്ല. അവരൊക്കെ വൃത്തസാധനത്തിൽ കൊണ്ടിട്ടിരിക്കും. വല്ലവരും ചുമക്കും. ദൈവത്തെ സ്നേഹിച്ചാൽ നിന്റെ മക്കൾ നിന്നെ ചുമക്കും. ദൈവത്തെക്കാട്ടിയും കൂടുതൽ മക്കളെ സ്നേഹിച്ചാൽ വല്ലവരും നിന്നെ ചുമക്കും. ഉള്ള സത്യ ഞാൻ പറയുന്നത്. അല്ലല്ലോ സ്തോത്ര കാഴ്ച പോലും കൊടുക്കാതെ കൊച്ചിന് ശ്രീധരൻ ജിമിക്ക് മാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ? ദശാംശം വരെ അടിച്ചു മാറ്റിയ ജിമിക്ക് വാങ്ങി വെച്ചിരിക്കുന്നത്. അവളൊരു ഓട്ടോ ഡ്രൈവറിനെ നോക്കി വെച്ചിരിക്കുക, ഉള്ള ജിമിക്കെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ. ഞാൻ ഉള്ള കാര്യം പറയാം, ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം അടിച്ചു മാറ്റി ആഭരണം വച്ചോ. നിന്റെ കൊച്ചിന് MBBS അല്ല സയൻറ്റിസ്റ്റ് ആയിരുന്നാലും കാര്യം കുഴപ്പമാണ്. ആദ്യം നീ ദൈവത്തിന് കൊടുക്ക്. ആത്മീയതയിൽ വർത്തിക്കണോ? ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. ഫിനാൻഷ്യൽ അനുഗ്രഹം പ്രാപിക്കണോ? ദൈവത്തിന് കൊടുക്കണം. കൊടുക്കാത്ത ഒരുത്തനും അനുഗ്രഹം പ്രാപിക്കത്തില്ല. എനിക്കൊക്കെ ഞായറാഴ്ച ഓഫറിംഗ് ഇടാൻ കൊതിയാണ് സത്യം. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അയ്യോ ഓഫറിംഗ് ഇടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം. നമ്മൾ ഞായറാഴ്ച എന്നിട്ട് ഒരു ചുരുണ്ട 10 രൂപയും കൊണ്ടുവരും. ഓഫറിംഗ് എന്ന് കേട്ടാലേ 10 രൂപയാണ് ഓർമ്മ വരുന്നത്. 10 രൂപ. ഹല്ലേലൂയ. ഫുട്ബോളിലിരിക്കുന്ന പിച്ചക്കാരന് വേണ്ടല്ലോ ഇപ്പൊ 10 രൂപ. അവന് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും നീ ഒരു 3 പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ 50 രൂപ ഇങ്ങോട്ട് തരും. ഹല്ലേലൂയ. നീ കഴിച്ചിട്ട് പോകുമ്പോൾ ടിപ്പ് കൊടുക്കുമല്ലോ 50 രൂപ.
ഇപ്പൊ സത്യം പറഞ്ഞാൽ 10 രൂപ കൊടുക്കാൻ നാണക്കേടാണ്. നമ്മൾ തിന്നുന്ന റേറ്റ് അനുസരിച്ചാണ് ടിപ്പ്. ഇപ്പോൾ 1000 രൂപയ്ക്ക് തിന്ന 100 രൂപ മറ്റവന് ടിപ്പ് കൊടുക്കണം. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ നോക്ക്. ഹല്ലേലൂയ. ഒരു ടിപ്പിന്റെ വിലയില്ല ദൈവത്തിന്. ടിപ്പിന്റെ വില 7 ദിവസം തിന്നുമല്ലോ. ആസിഫ് ബിരിയാണിയും ഇതൊക്കെ ബിരിയാണി ഉണ്ടെന്നറിയാം. ഇപ്പൊ എല്ലാവരും ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ട് പേരുകളും അറിയാൻ പാടില്ല. അറേബ്യൻ ബിരിയാണിയും മന്തിയും എല്ലാം തിന്നുമല്ലോ. നമ്മൾ നല്ല ടിപ്പും കൊടുക്കുമല്ലോ. യേശുവിന് പിള്ളേരയിൽ ഒരു 20ന്റെ നോട്ട് 10ന്റെ നോട്ട് നന്നുള്ളി പറക്കി തപ്പുക. ചില്ലറ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങി ഓടുക. ചില്ലറ തരുമോ, ചില്ലറ തരുമോ, ചില്ലറ തരുമോ. 2-3 പ്രാവശ്യം ആയപ്പോൾ ചില്ലറ കൊടുക്കുന്ന ചോദിച്ചു. എന്തിനാ ചില്ലറ? ഞായറാഴ്ച ഓഫറിങ് ഇടാൻ. അവയെ ഒരു സ്വർണ്ണ ഉരുളി കമത്തിയിട്ടാവാൻ വന്നിരിക്കുന്നത്. ഇവനിവിടെ യേശുവിന് 10 രൂപയ്ക്ക് ചില്ലറ മാറിക്കൊണ്ട് കിടക്കുക. നമ്മളെ സിറ്റുവേഷൻ എന്നും മാറും. തിരുവനന്തപുരക്കാരുടെ തട്ടിപ്പും വെട്ടിപ്പും ഇതോടെ തീരണം. സൂത്രപ്പണി തീരണമെന്ന് എണ്ണിക്കൊണ്ട് 100 ഹല്ലേലൂയ പറയും. ഒരു 100ന്റെ സ്തോത്ര കാഴ്ച ഇടൂല. 200 പേജ് ബുക്കിൽ എഴുതും. സ്വോത്രം, സ്വോത്രം, ബ്ലെസ്സിങ്, സ്വോത്രം. ആരോ പ്രസംഗിച്ചോ പറഞ്ഞു 250 പ്രാവശ്യം സ്വോത്രം എന്ന് എഴുതിയാൽ വീട് കിട്ടും. കിട്ടും, സത്യം. നിങ്ങൾ എഴുതി കൂട്ടിക്കോ. ഹല്ലേലൂയ സ്വോത്രമൊക്കെ ബുക്കിൽ എഴുതുക, വചനമൊക്കെ എഴുതുക. പക്ഷെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. കൊടുത്താൽ നിനക്ക് കിട്ടും, കൊടുത്താൽ വർദ്ധിക്കും. ഒരിക്കൽ പീറ്റർ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എല്ലാം തന്നല്ലോ. ഒരുത്തൻ്റെ അടുത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ സഭ വിട്ട് വെക്കളഞ്ഞു. കൊടുക്കുന്ന കാര്യം പ്രസംഗിച്ചപ്പോൾ അടുത്ത ഞായറാഴ്ച അവനെ കാണാനില്ല. യേശു ചോദിച്ചു, ഒരു പണക്കാരനായ ഒരുത്തുണ്ടായിരുന്നല്ലോ പുറകെ വന്നില്ല, അവൻ ഇന്ന് വന്നില്ലേ? ഉടനെ പീറ്റർ ചോദിച്ചു, കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് എന്തോ? കൊടുക്കുന്ന കാര്യം അടിച്ച് മിന്നിയല്ലോ. കൊടുന്ന് പറഞ്ഞത് അവൻ പോയി. ഹല്ലേലൂയ, സത്യം. എന്നിട്ട് പീറ്റർ ചോദിച്ചു, ഗുരു ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടാ? ചോദിക്ക്. ഞാനെല്ലാം തന്നല്ലോ, എനിക്കെന്നാ കിട്ടും? കർത്താവ് 2 കാര്യം പറഞ്ഞു. നിങ്ങൾ വ്യക്തമായിട്ട് വീട്ടിൽ പോയിട്ട് മത്തായി 19 വായിക്കണം. മാത്യു ചാപ്റ്റർ 19 വായിക്കണം. ഞാനെല്ലാം വിട്ടല്ലോ, എനിക്കെന്നാ കിട്ടും? യേശു പറഞ്ഞു, നീ ആദ്യം വിട്ടത് നിന്റെ ജീവനാണ്. നിന്റെ ജീവനെ എനിക്ക് എന്ത് ചെയ്തത്? തന്നത്. കാരണം എനിക്ക് പണമല്ല മുഖ്യം, നിന്റെ ആത്മാവാണ്. നിന്റെ ആത്മാവിനെ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ രാജത്വം പ്രാപിച്ച് സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കും. ഇന്ന് പകലും നമ്പർ 1, നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത് കൊണ്ട് നീ സ്വർഗത്തിലെത്തും. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കും. നീ രാജത്വം പ്രാപിക്കും. 2, നീ മരിക്കുന്നതിന് മുമ്പ്, കണ്ടോ, നീ മരിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ 100 മടങ്ങ് ഞാൻ തരും. എന്തായാലും തലയെടുത്തല്ലേ വചനം വായിച്ചേ. മാത്യു 19 എടുത്ത്. മാത്യു ചാപ്റ്റർ 19:27 വായിച്ചേ. വേദി വെച്ച സമയമില്ല, 5 മിനിറ്റ് കൊണ്ട് നിർത്തണം. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. ഞങ്ങൾ എന്ന് പറയുമ്പോ അപ്പൊ എല്ലാമാരും എല്ലാം വിട്ടിട്ട് ഇറങ്ങി. ഇവിടെ പീറ്റർ വന്നിട്ട് അപ്പോൾ അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും പീറ്റർ സെൽഫിഷ് അല്ല. പ്രൈസല്ലോ പറഞ്ഞേ. നമ്മളാണെങ്കിൽ രഹസ്യത്തിൽ പോയി എനിക്ക് മാത്രം എല്ലാ അനുഗ്രഹം തരണേന്ന് പറഞ്ഞു. പീറ്റർ പറഞ്ഞപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഞാൻ, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോത്ത്, ഫിലിപ്പോസ്, എല്ലാവരും. ഞങ്ങൾ വായിച്ചേ. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ. നിന്നെ അനുഗമിച്ചല്ലോ. ഞങ്ങൾക്ക് എന്ത് കിട്ടും? വേണ്ട, എന്നാ ചോദ്യം? നിങ്ങൾ ഇപ്പം അതിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാം, പാസ്റ്റർ ഒരു 10,000 രൂപ തിരിച്ചെന്ത് കിട്ടും? അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു തരും. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ, നമ്പർ 1, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ വീണ്ടും നായയായും കഴുതയായും കാളയായും ജനിക്കുമെന്നല്ല കേട്ടോ. ഇത് പുനരുദ്ധാനം, സ്വർഗത്തിലുള്ള കാര്യമാണ് പറയുന്നത്. പുനരുദ്ധാനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന്. അപ്പൊ 12 പേരും കർത്താവിന് വേണ്ടി സകലതും വിട്ടു. നിങ്ങളെപ്പോലെ 1000, 2000, 10,000 കൊടുത്തെന്നല്ല, വീടും വസ്തു എല്ലാം വിറ്റ് കർത്താവിന് വേണ്ടി വന്നെന്ന്. അപ്പോ
അപ്പൊ യേശുവിന്റെ കയ്യിൽ ചില്ലറ കാശൊന്നും അല്ല ഇരുന്നത്. യൂദാസ് ചുമന്ന് ഊപ്പാട് വന്നു പോയി. എനിക്കൊന്ന് മറ്റൊരു ATM മൊത്തം എടുത്ത് ഈ പുള്ളി തോളിൽ വെച്ചോണ്ടാണ് നടന്നത്. കർത്താവ് ചോദിക്കുമ്പോൾ കുത്തുക എടുക്കുക. അല്ലല്ലോ, വീടില്ലാത്തവ ഫ്രണ്ടിൽ വരുമ്പോൾ 2 ചുടുകല്ല് വാങ്ങാനല്ല കർത്താവ് കാശ് കൊടുത്ത്, ഒരു ഫുള്ള് വീട് വയ്ക്കാനുള്ള പൈസ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ബൈബിളിലൊന്നും എഴുതി വെച്ചിട്ടില്ല, എഴുതിയ തീരത്തില്ല. നിങ്ങൾ ചിന്തിക്കും പോലെ ഞാൻ പിന്നൊരു ദിവസം വന്ന് പ്രസംഗിക്കാം യേശു ആരാണെന്ന്. ഹല്ലേലൂയ. വായിച്ചേ. നിങ്ങൾ 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായി അല്ലാതെ പറയുന്നു. 3 ചേർന്ന് യൂട്യൂബിൽ ചാനൽ തുടങ്ങി ഇപ്പൊ റോസ്റ്റ് ചെയ്യുമെന്നല്ല. നീ ന്യായം വിധിക്കും എപ്പോ? സ്വർഗത്തിൽ പോകുമ്പോ. അല്ലാതെ ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇതാ എബി തോമസ് പാസ്റ്റിനെ വറുത്ത് ചുട്ടെടുക്കാൻ പോകുന്നു, മറ്റേതാ പ്രോഫറ്റ് ലെനീഷ് എന്ന് പറഞ്ഞാൽ അവനെയും ഒരു വറുപ്പ് വറുക്കാൻ പോകുന്നു, ഇനിയിപ്പോൾ അഫൈ എന്ന് പറഞ്ഞ ഒരുത്തം മുളച്ചു വരുന്നുണ്ട്, അവനെയും ഞാൻ തുടക്കത്തിൽ വറുത്ത് തള്ളാൻ പോകുന്നു. നിനക്ക് വിധിക്കാനുള്ള അധികാരം തന്നിട്ടില്ല. അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ആരെയും വിധിക്കാൻ ദൈവം അധികാരം തന്നിട്ടില്ല. പ്രീസലോ. എപ്പോഴാ അധികാരം വരുന്നേ? സ്വർഗത്തിൽ ഇരിക്കുമ്പോ. വായിച്ചേ, താഴോട്ട് വായിച്ചേ. എന്നിട്ടാണ് കർത്താവ് അവിടെ പറയാം, സത്യമായിട്ട് ഞാൻ പറയുന്നു, ഈ സത്യത്തിന് വിരോധമായിട്ട് നിന്റെ ഇടപാട് ദൈവം തീർത്ത് കളയും. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. അല്ലെങ്കിൽ നിന്റെ റോസ്റ്റ് ചെയ്യുന്ന നിന്റെ പാത്രവും എണ്ണയും നിന്റെ തലയിൽ തന്നെ ദൈവം ഒഴിക്കും. പ്രീസലോ. ആ എണ്ണ ഒരു ദിവസം നിന്റെ തലയിൽ തന്നെ മറിഞ്ഞു വീഴും. ഇപ്പൊ റോസ്റ്റ് ചെയ്യുന്നില്ലേട്ട്, ഇപ്പൊ എണ്ണ നല്ല കുള തിളയ്ക്കുന്നതും ഈ കോഴിയൊക്കെ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ പൊരിച്ചു നിനക്ക് ഭയങ്കര സന്തോഷമാണ്. അതിങ്ങനെ കിടന്നിങ്ങനെ ഒരു പ്രത്യേക സൗണ്ടോടെ ഇങ്ങനെ കിടന്ന് പൊള്ളി വരുന്നത് കാണാൻ. പപ്പട ഇടുമ്പോൾ പൊള്ളി വരുന്നത് പോലെ ഒരു ദൈവദാസന്മാർ അതിനകത്ത് കിടന്നിങ്ങനെ വെന്ത് ഉരുകി പൊളയുന്നില്ലേ? ഇതൊരു ദിവസം നിന്റെ മണ്ടയിലെല്ലാം കൂടെ മറിഞ്ഞു വീഴും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മിനിസ്റ്റർ നിർത്തിയിട്ട് പോകും. ഹല്ലേലൂയ. വായിച്ച സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ നാമം നിമിത്തം എന്താ അത് ശ്രദ്ധിച്ചോണേ. പോയിന്റ് നമ്പർ 1 ആണ്. ഒന്ന് ബാക്ക് എടുത്തേ, 28 എടുത്തേ. ഇത് നമ്പർ 1 എന്താ? രക്ഷിക്കപ്പെട്ടവർക്കുള്ള ദൈവത്തിന്റെ വിടുതൽ. അടുത്തത് നമ്പർ 2, എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരൊന്നുമില്ല, എല്ലാം 100 മടങ്ങ് ലഭിക്കും. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ 100 മടങ്ങ് ലഭിക്കും. സ്വർഗത്തിൽ പോയിട്ട് 100 മടങ്ങ് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നൂഡിൽസും കുഴിമന്തിയും ബിരിയാണിയും ഒന്നും ഇല്ല. അവിടെ വീടും നീ വയ്ക്കണ്ട, ബെൻസ് കാറും നീ എടുക്കണ്ട. അവിടെ എല്ലാം ഓൾറെഡി നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ 100 മടങ്ങ് ലഭിക്കും. അത് കഴിഞ്ഞ് നിത്യജീവനെയും അവകാശമാക്കും. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. 2 ഒരുമിച്ചല്ല എഴുതിയിരിക്കുന്ന, കണ്ടോ? 2 ഒരുമിച്ചല്ല. വിട്ടുകളഞ്ഞവനെല്ലാം 100 മടങ്ങ് ലഭിക്കും. കുത്തുകോമ ഇവിടെ തീർന്നു. അത് കഴിഞ്ഞിട്ട് അവൻ നിത്യജീവനെയും അവകാശമാക്കും. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അതുകൊണ്ട് അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, കൊടുത്താൽ 100 മടങ്ങ് കിട്ടുമെന്ന് പറഞ്ഞ്. ഒരുത്തനെ ദൂഷിച്ചാലും 100 മടങ്ങ് കിട്ടും, അത് ഉറപ്പാണ്. ഞാനിന്ന് എബിപ്പാസിന് വിരോധമായിട്ട് സംസാരിച്ച 100 പേര് എഴുന്നേറ്റ് നിന്ന് എനിക്കെതിരായി സംസാരിക്കും. ഹല്ലേലൂയ. 1000 രൂപ കൊടുത്ത് എനിക്ക് എത്ര കിട്ടും പറഞ്ഞേ? 500. 1000ന്റെ 100 എത്ര? 1,00,000. എനിക്കും കണക്ക് തെറ്റിപ്പോയി. ഹല്ലേലൂയ. 1,00,000. 1,00,000 കൊടുത്താൽ എത്ര കിട്ടും? 1 CR. അങ്ങനെ ചിന്തിക്കണം, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം, മനസ്സുകൊണ്ട് വിശ്വസിക്കണം. അത് നീയും ദൈവത്തോട് ചോദിക്കാം, കർത്താവ് ഞാൻ 10,000 ഇടുക, ഇതിൻ്റെ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ് ദൈവം
പറയണ്ട, ചെയ്ത് കഴിഞ്ഞു ദൈവം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഓഹരിയാണ്. എത്ര കൊടുത്ത് ഇതുപോലെ കൊടുക്കണം. ഓഹരി. പുതിയ നിയമത്തിൽ ദശാംശമല്ല, ഓഹരിയാണ്. ഹല്ലേലൂയ. കൊടുത്താൽ 100, കൊടുത്താൽ 100. ഇതിനെ എനിക്കറിയാം, ഇനിയിപ്പോൾ ലൈവിൽ കാണുന്ന ഏതെങ്കിലും ഒരു കൃമി ഇരിക്കുന്നതായിരിക്കും ഇതിനകത്ത്. രാമയം പറഞ്ഞ് ഏതെങ്കിലും ഒരു കൃമി കീട ഇരിപ്പുണ്ടായിരിക്കും. ഇതിനെടുത്ത് വെച്ച് പ്രോസ്പെരിറ്റി ആണെന്ന് തോന്നുന്നവൻ. ഹല്ലേലൂയ. പിന്നെ ഇരുന്നുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും പോയി ചർച്ചകളിൽ ശപിക്കാനാണോ? ഹല്ലേലൂയ. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്. ഇനി എല്ലാ ഞായറാഴ്ചയും പോയിട്ട് ഗുണപ്പെടാതെ പോട്ടെ എല്ലാണോ പറയാനോ മൈക്കെടുത്ത് വെച്ചിട്ട്. അതിനാണോ ദൈവം നമ്മളെ വിളിച്ച്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ അനുഗ്രഹിച്ചാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും. കറക്റ്റ് സമയം, മീറ്റിംഗ് തീരേണ്ട സമയമായി. സിഗ്നൽ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഒത്തിരി പറയണമെന്ന് താല്പര്യമുണ്ട്. ഇനി കൂടുതൽ ടൈം കളയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞ് ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം ചെയ്ത് അടുത്ത ഞായറാഴ്ച മുതൽ ലൈവിലൂടെ കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് കൊടുക്കുമ്പോൾ പാസ്റ്റർ എബിക്കല്ല, പാസ്റ്റർ ലിനീഷിനല്ല, ഇനി ഏതെങ്കിലും പാസ്റ്ററിനല്ല, ആ കാര്യമല്ല ദൈവം പ്രസംഗിക്കുന്നത്. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊടുക്കുക. നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നല്ലത് കൊടുത്ത് പഠിപ്പിക്കുക. പിള്ളേരുടെ കയ്യിൽ 10ഉം 20ഉം കൊടുത്ത് ഞാനൊരു 500ൻ്റെ നോട്ട് വെച്ച് മിടുക്കനാവാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ മതി, ശ്രദ്ധയോടെ കേൾക്കുക. ഹല്ലേലൂയ. ഒരു 500 രൂപ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു 2000 കൊടുക്കണമെന്ന് ആഗ്രഹം, അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് കൊണ്ടിടാൻ പറയണം. അത് അവർ കയ്യിൽ വെച്ചിട്ട് ചിന്തിക്കും, ദൈവത്തിന് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. എൻ്റെ അപ്പനും അമ്മയും ഇതാ പഠിപ്പിച്ചേ. അവരടുത്ത ജനറേഷനെ പഠിപ്പിക്കും. ഇന്ന് കോട്ടയത്തും തിരുവല്ലയിലും എറണാകുളത്തൊക്കെ എല്ലാവരും ഭയങ്കര സമ്പന്നരായിരിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിന് കൊടുത്തതുകൊണ്ടാണ്. തിരുവനന്തപുരത്ത് 1000 പേരുള്ള ചർച്ചിലുള്ള വരുമാനം അവിടെ 12 പേര് വന്നാൽ കിട്ടും. ഹല്ലേലൂയ. ഒറ്റ കാര്യം, തിരുവല്ല, കോട്ടയം, എറണാകുളം അവരൊക്കെ അനുഗ്രഹം പ്രാപിച്ചത് അവരുടെ തലമുറ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി പല രാജ്യങ്ങളിൽ പോയി സെറ്റിൽഡ് ആയതിൻ്റെ പിന്നിൽ അവരൊക്കെ കർത്താവിന് വേണ്ടി ഭയങ്കരമായിട്ട് കൊടുക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ദൈവം നിങ്ങൾക്ക് കൊടുക്കുക. ദൈവം നിങ്ങൾക്ക് 100 മടങ്ങ് തിരിച്ചു തരും. ദൈവം നിങ്ങളെ രാജാവായി മാനിക്കും. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. ഇന്ന് പകല ദൈവത്തോട് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ദൈവമേ എന്നോട് സംസാരിക്കണമേ. യേശുവേ എന്നോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. ഒരു വലിയൊരു അഭിഷേകം വരുന്ന പോലെ, ഒരു ഭയങ്കര anointing. You are prophet of God. പാസ്റ്റർ ക്രിസ്റ്റിനെ പോലെ, പാസ്റ്റർ ക്രിസ്റ്റിനെ പോലെ, ആൽഫ ലൂക്കിനെ പോലെ ലോകം അറിയപ്പെടുന്ന ഒരു പ്രോഫറ്റായി, ഒരു അപ്പോസ്തലനായി ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. അഭിഷേകം ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. പ്രാവശ്യം നീ പാടുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ യൗവനക്കാർ കൂട്ടത്തോടെ പിടിച്ചോളെ, പിടിച്ചോ. ഫയർ, ഫയർ. വിട്ടോട്. ഫയർ. യെസ്. ഞാൻ അവളെ പ്രവാചകയായി മാറ്റുന്നു. ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ്. നീ വാ തുറക്കുമ്പോൾ ദൂതുകൾ പുറത്തു വരും. പേരുകൾ, അഡ്രസ്സുകൾ, രോഗങ്ങൾ വെളിപ്പെടട്ടെ. In the name of Jesus. ഒരു heavy anointing. പ്രാവശ്യം കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നു. ഇത് ആനന്ദ കണ്ണുനീരാ. ദൈവം ഇറങ്ങുന്നു. Lord touch. പ്രിയ എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രിയ. ആരാധന, ആരാധന, ആരാധന യേശുവിന് ആരാധന, 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 ആരാധന,
പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. തുല്യം ചൊല്ലാൻ എല്ലാവരും വായികളെ തുറന്ന് പ്രാർത്ഥിച്ചു. ആരുമില്ലേ അങ്ങേ പോലെ യേശു. അനന്തു ആരാ? അനന്തു തുല്യം ചൊല്ലാൻ മകളോ? മകൻ വന്നിട്ടില്ല. അങ്ങേ പോലെ അഖില യേശുവേ വന്നിട്ടുണ്ടോ? ജീവനേ യെസ്, യേശുവിന്റെ നാമത്തിൽ വന്ന് മഹത്വം ഇറങ്ങട്ടെ, മഹത്വം ഇറങ്ങട്ടെ. അസാധാരണമായ അഭിഷേകം. ഓ ശബര, നിന്റെ കടഭാരത്തെ ദൈവം മാറ്റും. നിനക്ക് ഞാൻ വീട് തരും. നിന്റെ സ്വപ്നങ്ങളെ ഞാൻ പൂർത്തിയാക്കും. അനന്തുവിന്റെ മേൽ ദൈവപ്രവൃത്തി ഇപ്പൊ വെളിപ്പെടുന്നു. അവനായിരിക്കുന്ന സ്ഥലത്ത് അടുത്ത ലെവലിലേക്ക് അനന്തുവിനെ ദൈവം കൊണ്ടുപോകുന്നത് ഒരു പ്രൊമോഷനിലൂടെ. നിന്റെ തലമുറയെ 2025 9-ാം മാസത്തിനു മുമ്പ് നിന്റെ തലമുറയ്ക്ക് ഞാൻ പ്രൊമോഷനോടുകൂടെ ഒരു ഉയർച്ച നൽകും. ശമ്പളത്തെ വർദ്ധിപ്പിക്കും. അഖിലെ മോളെ പ്രാർത്ഥിച്ചോ. നീ അനാഥയല്ല, നിനക്കൊരപ്പനുണ്ട്. എനിക്ക് ആരും ഇല്ലെന്ന് നീ പറയരുത്. എനിക്ക് അപ്പനില്ലെന്ന് പറയരുത്. നിന്റെ അപ്പൻ ക്രിസ്തുവോ? യെസ്, ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ അവളെ പിടിച്ചോണ്ടേ. ഒരു ഹെവി അനോയിന്റിംഗ്, ഒരു ഹെവി അനോയിന്റിംഗ് അനേക യൗവനക്കാരെ പിടിക്കുവാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നു. പ്രിയ, നീ ഇനി കരയരുത്. നിന്നെ ഒരുപാട് പേര് അതും ഇതും പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു, നിന്നെ നിന്ദിച്ചു, നിന്നെ പരിഹസിച്ചു. നിന്റെ സ്മാർട്ട്നെസ്, നിന്റെ തന്റെ ഇടം മനുഷ്യന്റെ മുമ്പിൽ നീ കാണിക്കണ്ട. ഇന്നു മുതൽ മിണ്ടാതിരുന്നാലും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഫയർ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. Receive the fire of God. മിണ്ടാതിരിക്കുക. നിനക്ക് വിരോധമായി നിന്നെ ദുഷിച്ച പലരും, നിനക്ക് വിരോധമായി സംസാരിച്ച പലരും രക്ഷയിലേക്ക് വരുന്ന രീതിയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ശ്രീജ ആരാണ്? ശ്രീജ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചല്ലേ എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ ഒരുപാട് വേദന കയ്പുവെള്ളം കുടിച്ചവളാണ്. നീ ഇനി സഹിക്കാൻ വയ്യ, എന്നെ കൊണ്ട് വയ്യ. നിലവിളിച്ച മാതാവേ, ഇന്ന് പകല അസാധാരണമായ ഒരു അഭിഷേകം. സച്ചു ആരാണ്? സച്ചു. സച്ചു, കിച്ചു, അപ്പൂസ്. ഇങ്ങനെയാണോ അവരെ വിളിക്കുന്നത്? കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. നല്ലവണ്ണം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്ടെ. ഇന്ന് പകൽ അസാധാരണമായ ഡെലിവറൻസ് ഈ 13ാമത്തെ ആനിവേഴ്സറിയില് ദൈവം ചെയ്യുകയാണ്. മക്കളെ ഒരു സ്ലോ പാട്ട് പാടിക്കോ. യേശു നാമം, എല്ലാം പ്രാർത്ഥിച്ച്, അസൂയയില്ലാത്തവരെല്ലാം പ്രാർത്ഥിച്ച സഹോദരിക്ക് വേണ്ടി ഇന്ന് ശ്രീജയുടെ വീട്ടിനകത്ത് ഒരു വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. നിനക്ക് കൈത്താങ്ങാൻ ആരുമില്ല കേട്ടോ. നീ വളരെ പാടുപെട്ട് ഒറ്റയ്ക്ക് വേദനിച്ച നീ നിന്റെ തലമുറകളെ വളർത്തുന്നു. നിനക്ക് കൈത്താങ്ങായി ആരുമില്ലെന്ന് പലപ്പോഴും നീ പിറുപിറുക്കുന്നുണ്ട്. നീ ജീവിക്കുന്നതേ നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സച്ചു, നിങ്ങൾക്ക് 3 പേർക്ക് അമ്മ എന്ന് പറഞ്ഞ ഭയങ്കര ജീവനാ. യേശുവിന് വേണ്ടി ജീവിക്കണം കേട്ടോ.
കടമുണ്ടോ? കടം എത്ര കടമുണ്ട്? എല്ലാവർക്കും കടമുണ്ട്. കടമില്ലാത്ത ആരുമില്ല. ഇതൊന്നും വലിയ പ്രോഫസി ഒന്നും അല്ല. ഹല്ലേലൂയ. എങ്കിലും കർത്താവ് എന്നോട് പറയുന്നു, നിന്റെ കടഭാരത്തെ ഞാൻ മാറ്റി. 5 ലക്ഷം രൂപ നിനക്ക് വലുതായിരിക്കാം, പക്ഷെ എന്റെ യേശുവിന് അത് വലുതല്ല. നിന്റെ 5 ലക്ഷം രൂപയുടെ കടം ദൈവം മാറ്റി നിന്നെ വിടുവിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഈ പകൽ പ്രവചിക്കുന്നു. കേസ് കാര്യങ്ങൾ, ചില കേസുകൾ. എന്താ കേസ്? എന്തോ? ഹല്ലേലൂയ. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. ചില കേസ് വിഷയം, നിനക്ക് അനുകൂലമായൊരു വിധി നിന്റെ പ്രോപ്പർട്ടി നിന്റെ കയ്യിൽ എഴുതി തരും. നിന്റെ ഗോൾഡ് നിന്റെ കയ്യിൽ വരും. നിന്റെ തലമുറകളെ ഞാൻ ഉന്നത നിലയിലെത്തിക്കും. മോനെ ചക്കരെ, നീ ഡോക്ടറാവും കേട്ടോടാ. നീ ഒരു ഡോക്ടറായി മാറും. നീ ഒരു ഡോക്ടർ കസേരയിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ 2 തലമുറകളെ ദൈവം ഉന്നത നിലയിൽ, വലിയ ബാങ്കിന്റെ മാനേജർമാരായി, IT കമ്പനിയിലെ മാനേജർമാരായി നിന്റെ തലമുറയെ ഞാൻ മാറ്റുമെന്ന് സൈന്യങ്ങളുടെ യഹോവ ഈ പകല് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. കരങ്ങളെ തട്ടി യേശുനാമം, 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 യേശുനാമം വാഴ്കവേ. യേശുനാമം, 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 യേശുനാമം വാഴ്കവേ. ആദിത്യ, അക്ഷയ് വന്നിട്ടുണ്ടോ? ഓക്കെ. ശത്രുവിന്റെ കുടുംബത്തിന് വിരോധമായി കോടതിയിൽ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാനുകൾ ചെയ്ത മണ്ഡലങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ കേട്ടോ. നിനക്ക് വിരോധമായി പിശാച് വെച്ചിരിക്കുന്ന കോടതിയിലെ കേസുകളെ അതിനകത്ത് ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ പോവാ. ഹല്ലേലൂയ. കള്ളക്കേസിൽ കുരുക്കാൻ നോക്കുന്ന മണ്ഡലങ്ങൾ, യെസ്, ആർക്കാണോ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്, അനിയന് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുന്നു എന്ന്, ആദിത്യക്കാണോ? ആദിത്യയുടെ കയ്യില് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വരുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ചു പറ. എന്ന് പകല് ദൈവാത്മാവിനോട് പറയുന്നു, ദീപ്തി, നിന്റെ കുടുംബത്തിനകത്ത് അക്ഷയുടെ മേലും ആദിത്യയുടെ മേലും നീ വച്ചിരിക്കുന്ന ഭാരം, നീ വച്ചിരിക്കുന്ന വേദന കർത്താവ് പകൽക്കാലം എടുത്ത് മാറ്റാൻ പോകുന്നുവെന്ന്. ആന്റിയെ പിടിച്ചോണ്ട, ആന്റിയെ പിടിച്ചോ. ഒരു കംപ്ലീറ്റ് ഡെലിവറൻസ് നടക്കുന്നു നിന്റെ ശരീരത്തിനകത്ത്. പിടിച്ചോ. ഫയർ ഓഫ് ഗാഡ്. വിട്ടുകൂടെ, വിട്ടുകൂടെ. യെസ്, ഫയർ. യെസ്, 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 യെസ്. ഡെലിവറൻസ്. യെസ്. എല്ലാവരും കരങ്ങളെ അടിച്ചു ശ്രദ്ധിച്ചേ.